കോഡ് ഓഫ് കണ്ടക്ട്. എല്ലാവരെയും ബിസ് ലൈഫിന്റെ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓക്കെ, ഡോണ്ട് വറി ഷമീർ. ഷമീർ ട്രെയിനിലാണ്, കുഴപ്പമില്ല, കേട്ടാൽ മതി. ഓക്കെ, ബിസ് ലൈഫിന്റെ മീറ്റിംഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ പരസ്പരം കണക്ട് ആയിരിക്കുക, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക. പരമാവധി എല്ലാവരും നന്നായിട്ട് വീഡിയോയിലൊക്കെ വരാമെന്ന് വീഡിയോയിൽ വരിക, നല്ല എനർജിയിൽ ഇരിക്കുക, പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുക, ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് കൊണ്ട് സെറ്റ് ആയിട്ടിരിക്കുക. സാധാരണ നമുക്കൊക്കെ എന്തെങ്കിലും വർക്കിനിടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറുതെ ഓപ്പൺ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ആവരുത് ഓരോ ക്ലാസ്സുകളും. നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവുമ്പോഴാണ്, അതിലേക്ക് നമ്മൾ മൈൻഡ് കൊടുക്കുമ്പോഴാണ് അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ സാധാരണ ഒരു പാട്ട് കേൾക്കുന്ന പോലെയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെയോ നമ്മൾ കേൾക്കും, നമ്മൾ അവസാനിപ്പിക്കും, നമ്മൾ പോകും. അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക, അർജന്റ് കേസ് ആണ്, അർജൻസി ആണെങ്കിലും ശ്രദ്ധ മുഴുവൻ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോഴതിന് റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് എടുക്കുക. നന്മകൾ മനസ്സിൽ വിചാരിക്കുക, പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, മനസ്സിനെ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. നമ്മളൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ വന്ന് നമ്മുടെ വാല്യുബിൾ ആയ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഫ്യുവൽ എന്ന് പറയുന്നത്. ഏതൊരു വാഹനത്തിനും ഫ്യുവൽ അടിച്ചാൽ മാത്രമാണ് റൺ ചെയ്യുള്ളൂ. ആ ഫ്യുവൽ നമ്മുടെ നോളജാണ്. നോളജിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ വരുന്നതും പുതിയ പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതും. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് എന്താവണം, ഹാപ്പി ആവുക എന്നുള്ളതാണ്. എനിവേ, 2025 എന്നുള്ള ഈ ഒരു വർഷം നമ്മോട് കേവലം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മിൽ നിന്നും അത് പോവും. പുതിയൊരു വർഷത്തേക്ക് പോവാണ്. നമ്മൾ ആ ഒരു 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 റീകോളിങ്ങിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. 2025 തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നോ, ഉണ്ടെങ്കിൽ എന്തായിരുന്നു, ഓരോരുത്തരും സെൽഫായിട്ടൊന്ന് ആലോചിക്കുക. 2025 ജനുവരി വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നോ? 2025 ഇന്നതാവണം, എൻ്റെ ഹെൽത്ത് ഇങ്ങനെയാവണം, ഇത്ര ഫിനാൻഷ്യലി ഏൺ ചെയ്യണം, ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ സെൽഫ് ഇൻകം വേണം, ഒരു സ്കില്ല്. ഹലോ, ഓക്കെ, ആരോ എന്തോ സംസാരിച്ചു തന്നു. ചാറ്റിൽ വരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചാറ്റിൽ വരെ എല്ലാവരും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നോ? സെൽഫായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക ഓരോരുത്തർക്കും. അത് ചാറ്റ് ബോക്സിൽ വരാം. ആർക്കെങ്കിലും ഒക്കെ സെൽഫായിട്ട് 2025 കറക്റ്റായിട്ടൊരു പ്ലാനൊക്കെ അല്ലെങ്കിൽ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആ പ്ലാനിൽ 2025 തുടങ്ങുന്ന സമയത്ത് പിന്നീട് അത് ഫോളോ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ചെയ്ത എത്ര ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് അടിക്കുക. 2025 എന്താ ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. യെസ്, ഓക്കെ, ശ്രീ മാഡം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒന്ന് റീകോൾ ചെയ്യാം. 2025 ജനുവരിയിലേക്ക് ഒന്ന് റീകോൾ ചെയ്യാം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കാം. പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ എന്നൊന്ന് ചാറ്റ് ബോക്സിൽ വരിക. നിങ്ങൾ ഇവിടെ ആക്റ്റീവ് ആണെന്ന് അറിയാനും കൂടിയാണ് ഞാൻ അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ശ്രീ മാഡം എസ് അടിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ, ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ജസ്റ്റ് യെസ്, ഓക്കെ. അനീഷ് കോട്ടകൽ യെസ്, ഓക്കെ, യെസ്. 2025 ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പം പ്ലാൻ ഉണ്ടായിരുന്ന ആളുകൾ ഒന്ന് ഒന്ന് മൈൻഡ് ഒന്ന് കണ്ണുകളൊക്കെ അടച്ചിട്ട് ഒന്ന് റീകോൾ ചെയ്യാൻ, എന്താണ് പ്ലാൻ ചെയ്തത്, ഞാൻ അതിനെ ഫോക്കസ് ചെയ്ത് 2025 ഗോൾ ഉണ്ടായി, 26 ഗോൾ ഉണ്ട്. വെരി ഗുഡ്, ഓക്കെ, ഗുഡ് ഗുഡ്, ഓക്കെ. അപ്പം ഗോൾ ഉണ്ടായിരുന്ന ആളുകൾ പ്ലാനിങ് ഓൺലി, ശ്രീദേവി മാഡം, ഓക്കെ, പ്ലാനിങ്, ഡോണ്ട് വറി, അതൊക്കെ തുടക്കമാണ്. നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് 2025 പ്ലാൻ ചെയ്തുകൊണ്ടാണ് 26 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ ഒരു ആഗ്രഹം വരുന്നത്. അന്നത് ചെയ്തില്ലെങ്കിൽ ഇന്ന് പ്ലാനിങ്ങിലേക്കേ നമ്മൾ എത്തുള്ളൂ. ഓക്കെ, അന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് അടുത്ത ആക്ഷനിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കണക്റ്റഡ് ആണിത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു വെച്ചാൽ അതിനെ കണക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഉറപ്പായിട്ടും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന അതിന് ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക്സ് പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ ആവുക, പറയാവല്ലോ വേണ്ടത്. കഴിഞ്ഞ വർഷം ചെയ്തില്ല എങ്കിൽ കഴിഞ്ഞ വർഷം എവിടെയാണോ ചെയ്തു വെച്ചത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അത്. ഒരു എന്താ പറയാ, നമ്മൾ കണക്റ്റഡ് ആവുകയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷത്തേക്ക് കണക്ട് ആവുന്നത്. അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കണക്റ്റഡ് ആയാലും അവിടേക്ക് എത്തും. അപ്പോൾ ഒരു പ്ലാനിങ് 25 ചെയ്തു വെച്ചത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ബിസ് ലൈഫിൽ വരാൻ 26ലേക്ക് നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ, താങ്ക്സ് പറഞ്ഞുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. ഒരിക്കലും വറിയാവരുത്, കഴിഞ്ഞ കൊല്ലം എനിക്ക് പറ്റിയില്ല, എൻ്റെ പരിവാരം നഷ്ടപ്പെട്ടു, എത്തി, അങ്ങനെയൊന്നും ഒരാളും ചിന്തിക്കരുത്. നെഗറ്റീവ്
ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ മൈൻഡ് സെറ്റ് കൊടുക്കുകയും ചെയ്യരുത്. നമുക്ക് എന്താണോ ഇപ്പൊ നമ്മൾ ആയി നിൽക്കുന്നത് അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മാറുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അപ്പോൾ 2025 ഗോൾസ് എഴുതിയ ആളുകൾ അതിനൊന്ന് റിവ്യൂ ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്യുക. ഞാൻ ആ എഴുതി വെച്ചത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ എത്രത്തോളം, എത്ര പേഴ്സൻറ്റേജ് നമുക്ക്, ഓക്കെ ശ്രീദേവി മേഡം താങ്ക് യു, എത്ര പേഴ്സൻറ്റേജ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റിയൊന്ന് റിവ്യൂ ചെയ്യാം. ചിലപ്പം സീറോയിലായിരിക്കാം, ചിലർ 10% ചെയ്തിട്ടുണ്ടാവാം, 50% ചെയ്തിട്ടുണ്ടാവാം, 100% ചെയ്തതിനകത്ത് ഉണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഓക്കെ. എനിവേ എത്രയാണോ ചെയ്തത് അതിന് ഗ്രേറ്റ്ഫുൾ, അതിന് താങ്ക്സ് പറയാം. പ്രകൃതിയോട്, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, 2026 വെൽക്കം ചെയ്യാൻ, മനോഹരമായ ഏറ്റവും പെർഫെക്റ്റ് ആയ ഗോളിലേക്ക് വരിക, വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് വരിക. നന്നായിട്ട് 2026 ഡിസംബർ ഇതേപോലെ ഒരു മാസമാകുമ്പോഴേക്കും നമ്മൾ വ്യത്യസ്തമായ ഗോളുകൾ, എൻ്റെ ഹെൽത്ത് ഇന്ന പോലെയാവണം, എൻ്റെ ഫിനാൻസ് ഇന്ന പോലെയാവണം, എൻ്റെ നോളജ് ഇന്ന പോലെയാവണം. അതായത് ഞാൻ 12 പുസ്തകം വായിക്കുമെന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാസം ഒരു പുസ്തകം വായിക്കുമെന്നാണ്. ഓക്കെ, എത്രയാണോ കഴിയുക, ഒരുപാട് വലിയ ഹെവി ലോഡൊന്നും എടുത്ത് വെക്കണ്ട. നമ്മൾ തീരെ വായനാശീലമില്ലാത്ത ഒരാളാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു പേജ് വായിക്കുമെന്നാണെങ്കിൽ അതൊരു ഗോളാണ്. പക്ഷെ ഒരു മാസം അല്ലെങ്കിൽ 100 ദിവസം ആകുമ്പോൾ 100 പേജ് വായിക്കുമ്പോൾ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു ഒരു വര വരികയാണ്, ഒരു പുതിയ, നമ്മൾ പറയാറില്ലേ, നമ്മളൊരു കാടിലൂടെ 10 ദിവസം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വഴിയായി വരുമെന്ന് പറയുന്ന പോലെ ഒരു പുസ്തകം വായിക്കുന്ന ഒരു ഹാബിറ്റ് ഒരു 5 ദിവസം, 10 ദിവസം, 20 ദിവസം, 30 ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ പേജ് വായിച്ചാൽ മതി, 5 മിനിറ്റ് കൊണ്ട്. പക്ഷെ അവിടെ ഒരു പുതിയ ബ്രെയിനിൽ പുതിയൊരു ന്യൂറോൺ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൂടെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ആയി മാറുന്നു. ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഗോളായിട്ട് എഴുതി വെക്കുക. അത് നേരത്തെ എഴുന്നേൽക്കുന്നതാവാം, നേരത്തെ ഉറങ്ങുന്നതാവാം, ഹാബിറ്റ് ക്രിയേഷൻസ് ആവാം, ഉള്ള ഹാബിറ്റിന് എടുത്ത് കളയുന്നതാവാം. ഇതൊക്കെ നമുക്ക് ഗോൾസിൽ എഴുതി വെക്കാം. സിഗരറ്റ് വലിക്കുന്ന ആള് അത് നിർത്താൻ വേണ്ടിയിട്ട് ഗോൾ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പുസ്തകം വായന ശീലിപ്പിക്കാം. അതല്ലെങ്കിൽ നല്ല എന്റർടൈൻമെന്റിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ ഇൻഫോടൈൻമെന്റിലേക്ക് അല്ലെങ്കിൽ എഡ്യൂടൈൻമെന്റിലേക്ക് മാറുന്ന രീതിയിലേക്ക്, ഇങ്ങനെയൊക്കെ ഗോളുകൾ നന്നായിട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് വ്യത്യസ്തമായ തലങ്ങൾ വേർതിരിച്ച്, ഹെൽത്തിന് വേറെ വേണം, ഫിനാൻസിന് വേറെ വേണം, ഒക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഈ വീണ്ടും 2026 നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അതിൽ വ്യക്തമായി ഓരോരുത്തരും നോട്ട്ബുക്കും ഡയറിയും എടുത്ത് എഴുതുക തന്നെ വേണം നിർബന്ധമായിട്ടും. അതോടൊപ്പം പ്രത്യേകിച്ച് പറയാനുള്ള, നമ്മൾ കഴിഞ്ഞ മൈൻഡ് ക്ലാസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൽ പങ്കെടുത്ത ആൾക്കറിയാം, എന്ത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയല്ല എങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മൾ ക്ലീൻ സ്ലേറ്റ് ആയി മാറുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിൽ ഒത്തിരി വിദ്വേഷങ്ങളും വെറുപ്പും ഒക്കെ വെച്ച് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. മൈൻഡിനെ ഫ്രീ ആക്കണം. മനസ്സിൽ നിന്നും എല്ലാ വെറുപ്പും വിദ്വേഷം എടുത്ത് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മനസ്സിനെ ഏറ്റവും മനോഹരമായ ഒരു ഒരു സ്ലേറ്റ്, ക്ലീൻ സ്ലേറ്റ് ആക്കി മാറ്റണം. അതിനൊരു പൂന്തോട്ടമാക്കി മാറ്റണം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പം നമ്മുടെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ അവിടെ വേസ്റ്റ് കൊടുന്ന് തള്ളുന്നത് നമ്മൾ കാണാറില്ല. വേസ്റ്റിന്റെ കൂനകള്, ആ വേസ്റ്റിനകത്ത് കാക്കകളും പട്ടികളും പൂച്ചകളും കിടന്നിട്ട് ആ വേസ്റ്റ് കടിച്ചു വലിക്കുന്ന ചിത്രങ്ങൾ കാണാറുണ്ട്. അതേ സമയത്ത് ആ വേസ്റ്റിനെ ഒന്ന് നന്നായിട്ട് ഒരു JCB ഒക്കെ കൊടുന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ നന്നായിട്ട് നല്ല പൂച്ചെടികൾ വെച്ച് വളർത്തി കഴിഞ്ഞാലോ, നല്ല പൂച്ചെടികൾ വെച്ച്, നല്ല റോസാപ്പൂവിൻ്റെ ഒക്കെ തൈകൾ വെച്ച് ആ വേസ്റ്റ് കംപ്ലീറ്റ് അതിനകത്ത് മാറ്റിയിട്ട് നല്ല റോസാപ്പൂ ചെടികൾ, വ്യത്യസ്തമായ കളറിൽ റോസും അതുപോലെ യെല്ലോയും ഒക്കെ അടങ്ങുന്ന വ്യത്യസ്തമായ ചെടികൾ വെച്ച് നല്ല വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല വിത്തുകൾ ഇട്ടാൽ, അതിനകത്ത് ഒരു വിഷവിത്ത് പോലും ഇല്ലാതെ നല്ല വിത്തുകൾ മാത്രം വെച്ച് അതിലേക്ക് നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും ആ വേസ്റ്റ് അല്ലെങ്കിൽ ആ ചവറ്റ് കൂന കിടന്നിരുന്ന സ്ഥലം ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ അതിലൂടെ പോകുമ്പോൾ അവിടെ എന്തായി മാറിയിട്ടുണ്ടാവും, മനോഹരമായ പൂന്തോട്ടമായിട്ട് മാറിയിട്ടുണ്ടാവും. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മനസ്സിനെ ഇതിലേക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ മനസ്സ് എന്താണോ, എന്തെല്ലാം അനാവശ്യമായ സാധനങ്ങൾ ആ വേസ്റ്റ് കൂന പോലെ നമ്മളെ മനസ്സിൽ കിടക്കുന്നുണ്ടോ, ഓരോരുത്തരും സെൽഫായിട്ട് ചിന്തിക്കുക. അനാവശ്യമായ ഒരുപാട്, അതായത് ആരോടെങ്കിലും വെറുപ്പാവാം, വിദ്വേഷം, ഞാൻ സിമ്പിളായിട്ട് പറയാട്ടെ, നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സാധനം വർക്കാവൂല. ഉറപ്പ്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നന്നായിട്ട് നമ്മൾ അതിനു വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ പ്രകൃതി അല്ലെങ്കിൽ നമുക്ക് ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്കത് കിട്ടില്ല. നമ്മുടെ മനസ്സ് ക്ലീൻ സൈറ്റ് ആയേ പറ്റൂ. അതുകൊണ്ട് വെറുപ്പും വിദ്വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കുക. ആ ഒരു ചവറ്റ് കൂന ആണെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയെന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. ഒത്തിരി ചവറ്റ്, ഈ പറഞ്ഞ വേസ്റ്റ് കിടക്കുന്ന ഒരു ചവറ്റുകൂനയായിട്ട് എടുക്കുന്നെങ്കിൽ കംപ്ലീറ്റ് നമ്മളത് വലിച്ച് പുറത്തേക്കിട്ട് അവിടെ നല്ല
നല്ല വിഷവിത്തുകളൊക്കെ എടുത്ത് ഒഴിവാക്കി നല്ല കായ്ക്കുന്ന ഫലമുള്ള നല്ല മനോഹരമായ പുഷ്പം തരുന്ന വിത്തുകൾ അതിനകത്ത് നട്ട് നല്ല വളം കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ നശിപ്പിക്കുന്ന ഒരു വിത്ത് പോലും അതിനകത്തേക്ക് കയറാതെ സംരക്ഷിച്ച് അതിനെ വളർത്തി വലുതായി കഴിഞ്ഞാൽ മനോഹരമായ പൂന്തോട്ടമായി നമ്മുടെ മനസ്സ് മാറും. ആ മനസ്സ് വെച്ച് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രകൃതിയിൽ നിന്നും അത് പ്രകൃതി നിയമം അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്ന് ഒരു പുസ്തകം സീക്രട്ട് എന്നുള്ള പുസ്തകത്തിന്റെ PDF ഷെയർ ചെയ്തിരുന്നു. എത്ര പേരത് വായിച്ചിട്ടുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന്. ഇന്ന് വായിച്ചതല്ല കേട്ടോ പറയുന്നത്, മുമ്പ് വായിച്ചത്. ഇന്ന് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എസ് സീക്രട്ട് എന്നുള്ള പുസ്തകം വായിച്ച ആളുകളൊന്ന് യെസ് ഇടുക, ഇല്ലാത്ത ആൾ നോ എന്ന്. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് വരണം. സീക്രട്ട് സീക്രട്ട് വായിച്ച ആളുകൾ യെസ്. അനീഷ് വായിച്ചിട്ടുണ്ട്, യെസ്. ജയശ്രീ മാഡം യെസ്. ഓക്കെ, ജയശ്രീ ഡൗൺലോഡ് ആവുന്നില്ല എന്ന് ജയശ്രീ മാഡം പറയുന്നേ. അത് നെറ്റ് സ്ലോ ആയിട്ടായിരിക്കും മാഡം, ചിലപ്പോൾ ഡൗൺലോഡ് ആവും. അതില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി അയച്ചു തരാം കേട്ടോ, പേഴ്സണലായിട്ട്. ഓക്കെ, ശരി. വായിക്കാൻ നിർബന്ധമായിട്ടും വായിക്കാത്ത ആളുകൾ. അപ്പം അനീഷ് മാത്രമേ വായിച്ചുള്ളൂ, ബാക്കിയുള്ള ആരും വായിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അനീഷ് മാത്രമാണ് ഇതിൽ വന്നത്. എനിവേ, എന്തായാലും വായിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ട് ആ പുസ്തകം, വായിച്ച ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. വായിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും സീക്രട്ട് എന്നുള്ള പുസ്തകം വായിക്കണം. അതിനകത്ത് പറയുന്ന രാജീവ് സാർ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കറക്റ്റായിട്ട് നമ്മുടെ ലൈഫിന്റെ സക്സസ്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറത്തേക്ക് മൈൻഡിനെ നമ്മൾ റീവയർ ചെയ്തില്ല എങ്കിൽ, ബ്രെയിനിനെ റീവയർ ചെയ്തില്ല എങ്കിൽ, നമ്മൾ ഒത്തിരി എഫേർട്ടൊക്കെ ഇടുന്നുണ്ടാവും, നമുക്ക് സക്സസ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സ് മുഴുവൻ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ, നെഗറ്റീവ് ചിന്താലും ഒരാളോട് വെറുപ്പും വിദ്വേഷം ഒന്നും വേണമെന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യം, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ കുറെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് വായിച്ചു ഷമീറ മാഡം. കംപ്ലീറ്റ് ചെയ്യുക, സാവധാനം വായിക്കുക, ഓരോ പോയിന്റുകൾ മനസ്സിലാക്കിയിട്ട്. ഒരു സാധാരണ കഥാപുസ്തകം നോവൽ വായിക്കുന്ന പോലെ അല്ല കേട്ടോ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ടത്, അതും ശ്രദ്ധിക്കുക. തുടങ്ങി വേഗം വായിച്ചു തീർക്കാന്നുള്ളതല്ല, ഒരു പേജ് വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണോ നമ്മൾ ലൈഫിലേക്ക് പകർത്തേണ്ടത് അത് കറക്റ്റായിട്ട് അതിന്ന് പകർത്തിയിട്ട് അടുത്ത പേജിലേക്ക് പോയാൽ മതി. ഒരു പേജ് ചിലപ്പോൾ 10 പ്രാവശ്യം വായിക്കണമെങ്കിൽ വായിക്കാം, എന്നിട്ട് സെക്കൻഡ് പേജിലേക്ക് പോയാൽ മതി. സമയമെടുത്ത് വായിച്ച് പതുക്കെ തീർത്താൽ മതി. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ലൈഫിലേക്ക് പകർത്തണം. അതായത് പുസ്തകം വായിച്ചു തീർത്തു, ഞാൻ 10 പുസ്തകം വായിച്ചു, 100 പുസ്തകം വായിച്ചു എന്നുള്ളതൊന്നും കേട്ടില്ല. ഓക്കെ, ജോസഫ് മർഫിയുടെ യൂട്യൂബ് ഓഡിയോ കേട്ടു, പവർ ഓഫ്. ഓക്കെ, വെരി ഗുഡ്. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വായിക്കേണ്ട വേറൊരു പുസ്തകമാണ്. ഞാൻ ഓരോ പുസ്തകങ്ങൾ ഇങ്ങനെ PDF കിട്ടുന്നൊക്കെ ഷെയർ ചെയ്യാം. അതിൻ്റെയൊക്കെ വോയിസ് ഓഡിയോ എന്തായാലും യൂട്യൂബിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഓഡിയോ കിട്ടില്ല. പിന്നെ സമയം ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും ഓഡിയോ കേൾക്കാൻ സൗകര്യമുണ്ട്, അങ്ങനെയുള്ളൂ. അപ്പം വായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പെട്ടെന്ന് വായിച്ചൊരു പുസ്തകം തീർത്ത് എണ്ണം കൂട്ടുക എന്നുള്ളതല്ല. ഒരു പുസ്തകമാണ് ഒരു മാസം വായിക്കുന്നെങ്കിൽ അത് മതി. ഒരു പേജാണ് ഒരു ദിവസം, അത് മതി. ആ പേജിൽ നിന്നും കിട്ടിയത് ലൈഫിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റണം. എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം അതുകൊണ്ട് ഉണ്ടാവണം. അരമണിക്കൂർ ഒരു പേജ് വായിക്കാൻ സമയം കൊടുത്താൽ അതിന് ലൈഫിലേക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, അങ്ങനെ വേണം പുസ്തകങ്ങൾ വായിക്കാൻ. അപ്പോൾ ഞാൻ ഈ സീക്രട്ട് പറയാനുള്ള റീസൺ ഇതാണ്. നമ്മൾ ബ്രെയിൻ റീവയർ ചെയ്തില്ലെങ്കിൽ, നമ്മളെ ബ്രെയിനിലൊക്കെ കിടക്കുന്ന ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ, അതായത് നമ്മൾ നമ്മോട് കണക്ട് ആയിക്കൊണ്ട് തന്നെയുള്ള ചിന്തകളുണ്ട്. അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയോ ഇല്ലേ എന്നുള്ള ഡൗട്ട് വെച്ചൊരു കാര്യം ചെയ്യാം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള ആ ഡൗട്ട് വെച്ചുകൊണ്ടൊരു കാര്യം അത് വർക്കൗട്ട് ആവില്ല, ഒരിക്കലും വർക്കൗട്ട് ആവില്ല. നമ്മളെ മൈൻഡിന് ഒരു ക്ലാരിറ്റി കൊടുത്താൽ മാത്രമാണ് വർക്കൗട്ട് ആവുക. അപ്പം മൈൻഡ് ശരിക്കും എന്താണ്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളെ ബ്രെയിനിൽ നമ്മൾ എന്താണോ റീവയർ ചെയ്യുന്നത്, അതാണ് നടക്കുക. അപ്പം ഈവൻ ഡോക്ടർമാരുടെ ഒക്കെ കേസ്, നമ്മൾ ഇന്ന് ഡോക്ടർ ഇവിടെ കാണുന്നില്ല, ഡോക്ടർമാരുടെ ഒക്കെ ഒരു കേസ് ഉണ്ട്. നമ്മളുടെ വിശ്വാസം കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ചില ആളുകൾ, നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരു ഡോക്ടറെ പോയി കണ്ട് എനിക്ക് ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡോക്ടറെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ഒരു ഒരു നമ്മളുടെ ഒക്കെ അഭിപ്രായം എന്താ? നമ്മളുടെ കാര്യം വിടുക, കുറച്ചൊരു ഏജ് ആയ ആളുകൾക്ക് എസ്പെഷ്യലി വലിയ സംഭവമായിട്ട് അസുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ സിമ്പിളായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു അസുഖവും ഇല്ല, ഒരു ഗുളികയും ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും എന്താ നമ്മൾ പറയാം? ആ ഡോക്ടർ ശരിയല്ല, അയാൾക്ക് അറിയില്ല. ഇങ്ങനെയാണ് പ്രതികരണം സ്വാഭാവികമായിട്ടും വരിക. ആ ഡോക്ടർ വെറുതെ അയാൾക്ക് വിവരമില്ലാത്ത കാരണം മരുന്ന് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറ്റം പറയും. അതേ സമയത്ത് അത്തരത്തിലുള്ള ആളുകളെ ഡീൽ ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ചെയ്യുന്നൊരു ഐഡിയ ഉണ്ട്. അവർ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ചില മെഡിസിൻ വെറുതെ എഴുതിയിട്ട് കൊടുക്കും. ഇയാൾക്ക് ഒരു അസുഖം അത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവില്ല. അതും അവരെന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്തിട്ട് അവർ ഭയങ്കര ഇപ്പം എന്താ പറയുക, ഒരു പെനഡോളോ അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളോ കുടിച്ചാൽ അവർ അസുഖം ഭയങ്കരമായിട്ട് ഭേദമായിട്ട് അവർക്ക് ഫീൽ ആവും. എന്താണ്? ഒരു മനസ്സിന്റെ ചിന്തയാണ്. ഇതേപോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യം. എന്ത് കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലെയാണ്.
അപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ പറയും. അതല്ലെങ്കിൽ പല എന്താ പറയുക, സൈക്കോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകാരൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. വെറുതെ എന്തെങ്കിലും ഒരു സാധനം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇത് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പച്ചവെള്ളം എടുത്ത് കൊടുത്താൽ മതി. ആളുകളുടെ മനസ്സിൽ ആ വിശ്വാസമാണ് എന്ത്, ഇത് എന്തോ ഒരു ഭയങ്കര ശുദ്ധിയുള്ള വെള്ളമാണ്. ആ വെള്ളം കുടിച്ച ആൾ അസുഖം മാറും, വിശ്വാസത്തോടു കൂടി കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെ മൈൻഡിന്റെ ശക്തിയാണ്, മനസ്സാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിലേക്ക് പോകുന്നതല്ല. നമ്മൾ മനസ്സിനെ വാഷ് ചെയ്തില്ല എങ്കിൽ, ബ്രെയിനിനെ റീവയർ ചെയ്തില്ല, ബ്രെയിനകത്ത് ഒരുപാട് ന്യൂറോണുകൾ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും, കുറെ വയറുകൾ വെച്ചിട്ട് ആ വയർ നമ്മുടെ ഹാബിറ്റുകളേക്ക് കയറാം. പലപ്പോഴും എന്താ പറയാ, ചില ഇന്ന് കേട്ടൊരു സ്റ്റോറിയാണ്. ചൊവ്വാഴ്ച മോൾക്ക് തലവേദന വരും. എല്ലാ ചൊവ്വാഴ്ചയും തലവേദന വരും. ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, ഇന്ന് രാവിലെ കേട്ട സ്റ്റോറിയാ. മോൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും. അപ്പൊ ഞാൻ എന്താണ് ആ ചൊവ്വാഴ്ച തലവേദന വരാനുള്ള പ്രത്യേക റീസൺ എന്താണ്? അപ്പൊ എന്താ പറഞ്ഞു വെച്ചാൽ, കുട്ടിക്കാലം മുതലേ അവൾക്ക് ചൊവ്വാഴ്ച സ്കൂളിലേക്ക് എന്താണ്, സ്കൗട്ടിന്റെ യൂണിഫോമാണ്. ഈ സ്കൗട്ടിന്റെ യൂണിഫോം ഇടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതിന് കുറെ എന്തൊക്കെയുണ്ട്, ബെൽറ്റും അതുപോലെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഇഷ്ടമല്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഈ സാധനം, ഈ യൂണിഫോം ഇടുമ്പോൾ ഒരു ഇറിറ്റേഷനാണ് കുട്ടി. ആ സാധനം അങ്ങനെ വർക്കൗട്ടായി ഇപ്പൊ ചൊവ്വാഴ്ച രാവിലെ ആ യൂണിഫോം വരുമ്പോഴേക്കും എന്താവും, ആൾക്ക് അന്ന് തലവേദന അഭിനയിക്കില്ല, റിയൽ തലവേദന വരും. എന്താ സംഭവം, ബ്രെയിനിൽ അത് സാധനം എന്തായി, ഒരു വഴി വെട്ടി വെച്ചു, ചൊവ്വാഴ്ച തലവേദന എന്നുള്ള സാധനം. അത് ഇനി ആ എന്ത് ചെയ്യണം, റീവയർ ചെയ്ത് അതിനെടുത്ത് ഒഴിവാക്കിയാൽ മാത്രമാണ് അവിടെ പുതിയൊരു സാധനം വരുള്ളൂ. നമ്മളെ നിസ്സാരമായിട്ട് കണ്ട് കാര്യമില്ല. ഇനി ആ കുട്ടിയെ നമ്മൾ എന്ത് ചീത്ത പറഞ്ഞ കാര്യമില്ല, ആ കുട്ടിക്ക് ചൊവ്വാഴ്ച തലവേദന വരും. കാരണം അത് ബ്രെയിനിൽ സെറ്റായി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചിലതൊക്കെ പല ആളുകളും കളിയാക്കും അവന്റെ ഹാബിറ്റ്. പക്ഷേ ഈ സാധനം സെറ്റായി പോയ സാധനം, ഇത് കളിയാക്കിക്കൊണ്ട് പോവില്ല. അതിന് ചികിത്സിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മെഡിറ്റേഷനും മറ്റുമൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു സാധനത്തെ എടുത്ത് മനസ്സിൽ നിന്ന് വിളിച്ച് പുറത്തേക്കിട്ട് അവിടെ പുതിയ സാധനം കൊണ്ടുവരാൻ കഴിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കാണുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ആ പുസ്തകമൊക്കെ വായിച്ച കുറേയൊക്കെ നമുക്ക് ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഇതിലേക്കൊക്കെ കണക്ട് ആയി പറയുന്നത്, സീക്രട്ട് എന്നുള്ള പുസ്തകം വായിക്കുക. നമ്മുടെ ഉള്ളിൽ നിധി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നിധിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം 2025 നമ്മൾ എന്തൊക്കെ ഗോളുകളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ കുഴപ്പമില്ല, 26 വ്യക്തമായ പ്ലാൻ വേണം. ചെയ്ത ആളുകൾ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അതിൽ നേടി, എന്തൊക്കെ മൈൻഡ് ചെയ്യാതെ പോയി, പിന്നെ അത് ഫോളോ ചെയ്തോ, അതിനെപ്പറ്റി ഒന്ന് റീകോൾ ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കുക, കഴിഞ്ഞ ഒരു വർഷം ഞാൻ ലൈഫിലേക്ക് പഠിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാവാം, പുസ്തകം എടുത്ത് പഠിച്ചതല്ല, എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ലൈഫിലേക്ക് പഠിച്ച ഒരു 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്. ജസ്റ്റ് ചിന്തിക്കുക, നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ 2025 12 മാസം 365 ദിവസം എൻ്റെ ലൈഫിൽ കടന്നുപോയി. 365 ദിവസം എൻ്റെ ലൈഫിൽ കടന്നുപോയി. ഒരു ദിവസം 24 അവേഴ്സ് ഉണ്ട്. അങ്ങനെ ആ അവേഴ്സിലേക്ക് കൂട്ടുന്ന സമയത്ത് 365 ഇൻറ്റു 24, അത്രയും മണിക്കൂറുകൾ നമ്മളെ ലൈഫിൽ കടന്നുപോയി. ഈ കടന്നുപോയതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? 5 ഞാൻ മിനിമം പറഞ്ഞാണ്. എന്ത് പാഠങ്ങൾ നമ്മൾ പഠിച്ചു, ഒന്ന് റീകോൾ ചെയ്യുക. എന്തായിരുന്നു ഞാൻ പഠിച്ച പാഠം? നാം നമ്മെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതാണ് നമ്മുടെ റിസൾട്ട് തരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നും ഇല്ല എങ്കിൽ, നാം ഒന്നും പാഠം പഠിച്ചില്ല അർത്ഥം നമ്മുടെ ആ ഒരു വർഷം വെറുതെ കടന്നുപോയി. 2026 സംഭവിക്കാൻ പാടില്ല. ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, അത് കറക്റ്റായിട്ട് റീകോൾ ചെയ്യുക. ഒന്ന് എഴുതുക, നോട്ട്ബുക്കും പിന്നെ എടുത്ത് എഴുതുക. എന്താണ് ഞാൻ പഠിച്ച പാഠം, അതിൽ നിന്ന് 26 ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അതിനു വേണ്ടിയാണ് ഈ പാഠങ്ങളെ പറ്റി നമ്മൾ എഴുതുന്നത്. അതിൽ പോസിറ്റീവായി പഠിച്ച പാഠങ്ങളിനെ അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്തെടുക്കണം. നെഗറ്റീവായ കാര്യങ്ങൾ അതൊന്ന് ഒഴിവാക്കിയെടുക്കണം. നമ്മുടെ ഫാൾട്ട് കാരണം നമുക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളിത് റീകോൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇതേ അബദ്ധങ്ങൾ ആവർത്തിക്കും. അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഇതിനൊക്കെ ഒന്ന് റീകോൾ ചെയ്യാം. അങ്ങനെ റീകോൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചിലരോട് ദേഷ്യം വന്നിട്ടുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, പല രീതിയിലുള്ള വാശിയും വൈരാഗ്യവും നമ്മൾ മനസ്സിൽ കെടുക്കുന്നുണ്ടാവാം, നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ മനസ്സിൽ കെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർഗീവ് ചെയ്തു കൊടുക്കണം. ആരോടാണോ നമ്മളെ മനസ്സിൽ ഈ വാശിയും വൈരാഗ്യം കെടുക്കുന്നത് അവരോട് ഫോർഗീവ് ചെയ്യുക, അവരോട് ക്ഷമ കാണിക്കുക. അവരോട് പോയി പറയണമെന്നല്ല, നമ്മൾ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിച്ച് ഈ സാധനത്തെ കംപ്ലീറ്റ് മനസ്സിൽ നിന്നും എടുത്തൊഴിവാക്കാം. ഓക്കെ. ഇൻകം കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ്. ഓക്കെ ഷമീർ, ഓക്കെ, താങ്ക് യു. ഷമീറിന്റെ പ്ലാനിങ്ങളാണ് ഇതിൽ. അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും മനസ്സ് കെടുക്കുക, ആൾക്ക് ഫോർഗീവ് ചെയ്ത് ഒരു പുതിയ മനസ്സ്, നേരത്തെ പറഞ്ഞ പോലെ വിഷവിത്തുകളൊക്കെ എടുത്ത് ഒഴിവാക്കി പുതിയ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2026 വെൽക്കം ചെയ്യണം. അതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഞാൻ അതിൽ ഡെപ്തിലേക്ക് പോകുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കുറേയൊക്കെ.
അപ്പോൾ 2026 നമ്മൾ കറക്റ്റായിട്ട് വെൽക്കം ചെയ്യാൻ ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് നമ്മൾ ഇനി ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും എന്ത് വേണം? എല്ലാവർക്കും 2026 സക്സസ് ആവണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ സമയമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത്. നമുക്കൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് സക്സസ് ആവണം. നമുക്ക് എന്തിലാണോ ടാർഗറ്റ് ചെയ്യുന്നത് അതിൽ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹവും ഡ്രീമും സ്വപ്നവും ഒക്കെ. നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിൽ ജീവിക്കണം. ഓരോരുത്തരും പല രീതിയിലുള്ള ബിസിനസ്, സെൽഫ് ഇൻകം ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇതിൽ സക്സസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആക്ഷൻ എടുക്കണം, ആക്ഷൻ എടുക്കണം എന്നാണ്. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നോ, നന്നായി പൈസ ഉണ്ടാക്കണം, നന്നായി ബിസിനസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറായാലാണ്, ആക്ഷൻ എടുത്താൽ മാത്രമാണ് വിജയിക്കുക. ഇത് നമുക്കറിയാം, അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല അല്ലെ. കുറച്ച് ആളുകളൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ അത് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ആക്ഷൻ എടുക്കണം എന്ന് നമ്മൾ പറയുമ്പോഴും ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് എടുക്കാം. 10 പേരാണ് ഇന്ന് മീറ്റിംഗിലാകെ കയറിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇന്ന് കോമൺ ബാച്ച് ആണ്. നമ്മുടെ കഴിഞ്ഞ നവംബറിലെ ബാച്ചിലെ അറൗണ്ട് 40 സ്റ്റുഡൻസിൽ ഏകദേശം 40 to 50. ഓക്കെ, അതേപോലെ തന്നെ ഡിസംബറിലാണെങ്കിൽ നമുക്ക് അറൗണ്ട് 30 അതിന് മുകളിൽ ഡിസംബറിലുണ്ട്. ടോട്ടലി ഒരു മിനിമം ആവറേജ് ജോയിൻ ചെയ്ത് 50 ആളിൽ ജോയിൻ ചെയ്യേണ്ട മീറ്റിംഗിൽ ഒരു 11 ആളെ അല്ലെങ്കിൽ 10 ആളെ ഒന്നും കാണുന്നുള്ളൂ. നമ്മൾ ചിന്തിക്കാം, നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ചിന്തിക്കാം. അപ്പം ഇവിടെയാണ് നമ്മൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇതിന് പ്രയോറിറ്റി ഉണ്ട്. സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ഒരു സെഷനിൽ വന്നാൽ എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും എൻ്റെ ലൈഫിൽ സക്സസ് ആകാൻ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഇതിന് പ്രയോറിറ്റി എല്ലാവരും അങ്ങനെ അല്ല, പക്ഷെ എന്നാലും കയറാം. ഇപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതിൽ കയറുന്നതിന് പ്രയോറിറ്റി കൊടുത്തോണ്ടാവും. അല്ലെങ്കിൽ ഞാൻ യാത്രയിലാണ്, വേണ്ടാന്ന് വെച്ചാൽ മതിയല്ലോ. അപ്പം പ്രയോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആക്ഷൻ എടുക്കണം എന്ന് നമുക്കറിയാം. സക്സസ് ആവണമെങ്കിൽ ആക്ഷൻ എടുക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ആക്ഷൻ എടുക്കുന്നില്ല. അപ്പൊ എന്തുണ്ട്? അതിന് ലിമിറ്റേഷൻസ് വരും സക്സസ് ആവാൻ. അപ്പം ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആരും പറഞ്ഞു തരണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിപ്പെടാൻ ആക്ഷൻ എടുത്തേ പറ്റുമോ എന്ന് നമുക്കറിയാം. നമ്മൾ എടുക്കുന്നില്ല. സെൽഫായിട്ട് ചിന്തിക്കുക. ഞാൻ ഇവിടെ ബിസ് ലൈഫിൽ ജോയിൻ ചെയ്തിട്ട് എന്തെല്ലാം വർക്കുകൾ തന്നു. ഇപ്പം ഡിസംബർ ബാച്ചിൽ നമ്മൾ മിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തു. ആരും കംപ്ലീറ്റ് ആക്കിയതായിട്ട് വേറെ റീപ്ലൈ കിട്ടിയിട്ടില്ല. വീഡിയോ ചാലഞ്ചസ് കൊടുത്തു. ഡേ 1 മാത്രം ഞാൻ കൊടുത്തേ. ഡേ 1 കൊടുത്തപ്പോൾ അതിന്റെ ഒരു ഔട്ട് വരാത്തതുകൊണ്ട് ഡേ 2 കൊടുത്തിട്ടില്ല. അതിനർത്ഥം അവരാരും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പം ആക്ഷൻ എത്ര പേര് എടുക്കുന്നു? സെൽഫായിട്ട് ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്യാം. എനിക്ക് സക്സസ് ഒക്കെ ആവണം, പക്ഷെ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. എനിക്ക് ലോട്ടറി അടിക്കണം, പക്ഷെ ലോട്ടറി ടിക്കറ്റ് ഞാൻ എടുക്കൂല. ആ ഒരു മൈൻഡ് സെറ്റ് ആയിട്ടിരുന്നാൽ ഒരിക്കലും സക്സസ് ആവില്ല. ലോട്ടറി അടിക്കണമെങ്കിൽ മിനിമം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നിർബന്ധമായിട്ടും ആക്ഷൻ എടുക്കൽ നിർബന്ധമാണ്. അപ്പം നമുക്കൊക്കെ ആക്ഷനിൽ എടുക്കാൻ കുറച്ച് മടിയുണ്ട്. ഇത് മാറ്റിയേ പറ്റൂ, അല്ലാതെ സക്സസ് നമുക്ക് ഒരിക്കലും കയ്യെത്തും. 2026 നമ്മൾ ഇതാക്കി മാറ്റണമെങ്കിൽ, ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് സക്സസ് ആവണമെങ്കിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. പ്രാക്ടീസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ അതിനെന്ത് ചെയ്യും? ഗോൾ സെറ്റ് ചെയ്യും അല്ലേ? എന്ത് വേണം എന്നുള്ളതിന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്പർ 1 നമ്മളിപ്പം ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഗോൾ സെറ്റിങ്സുമായിട്ടാണ്. 2026 എനിക്ക് ഡിസംബർ ആകുമ്പോഴേക്കും ഇന്നത് വേണം. ഇൻ ഓർഡർ ടു ഹാവ്, ഇൻ ഓർഡർ ടു ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നത് വേണം അല്ലേ? അതാണ് 2026 എനിക്ക് ഓരോ മാസവും 1 ലക്ഷം ഇൻകം വേണം. അതെന്റെ ഗോളാണ്. ഓക്കെ, ഗോൾ സെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. ബുക്കും പെൻസിലും എടുക്കുക. നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്കിരുന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്തിലാണോ ആയി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത്, എനിക്ക് ഹെൽത്ത് ഇത്ര കിലോ വെയിറ്റ് കുറക്കണം, ഇത്ര കിലോ വെയിറ്റ് കൂട്ടണം, എനിക്ക് നന്നായിട്ട് ജിമ്മിൽ പോകണം, പല ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് 2026 ഗോൾ സെറ്റിംഗ്സ് ആണ്. വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ്? ഈ ഗോളിലേക്ക് എങ്ങനെ എത്തുമെന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഹൗ ടു ഡു, എന്ത് ചെയ്യണം? ഡു എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയാണ് സ്ട്രാറ്റജി അല്ലെ. നമ്മൾ പല ആശയങ്ങളും പല ഐഡിയകളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടേക്ക്. പലരും അവരുടെയൊക്കെ മൈക്രോ നിഷ് ഫൈനൽ ആക്കിയിട്ടുണ്ടാവും. ചില ആളുകൾ ഇപ്പോഴും അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാവും. പലരും ഡ്രസ്സ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നു, ട്രാവൽ വ്ളോഗ് ചെയ്യുന്നു, അങ്ങനെ ചിലർ ഹെയർ ഓയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സ്ട്രാറ്റജികൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? എൻ്റെ ഗോളിലേക്ക് എനിക്ക് ജനുവരി 30 ആകുമ്പോഴേക്കും എനിക്ക് ഇത്ര ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ജനുവരി 1 മുതൽ എൻ്റെതായ പ്രോഡക്റ്റിനെ, സർവീസിനെ
ഡെയിലി 1000 രൂപക്ക് വിറ്റാലാണ് എനിക്ക് 30,000 രൂപ ജനുവരി മാസം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 5000ത്തിന് വിറ്റാലാണ് 1,50,000 കിട്ടുകയുള്ളൂ. ഇതെന്താണ്? ഇവിടെ സ്ട്രാറ്റജിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. എങ്ങനെ വിൽക്കണം, അതൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പം ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളിലേക്ക് എത്താൻ നമ്മളൊരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ആ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നമ്മൾ ഗോളിലേക്ക് എത്താൻ ശ്രമിക്കും. ദെൻ ഇനി ഈ സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ല. അല്ലെങ്കിൽ എത്ര പേര് കറക്റ്റ് ആയിട്ട്, ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് ഒരു മാസം 1,00,000 രൂപ വേണം, നമ്മുടെ കയ്യിലെ പ്രൊഡക്റ്റ് ഇന്നതാണ്, ഹൈലി കോൺഫിഡൻസിൽ എനിക്കിത് പറ്റുമെന്ന് ഉറച്ചിട്ട് എത്ര പേര് ചെയ്യാറുണ്ട്? അത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബജറ്ററി അല്ലേ ചെയ്യാറ്. എത്ര പേര് കോൺഫിഡൻസിൽ ഹൈലി ഒന്ന് ചാറ്റ് ബോക്സിൽ ഞാൻ പറഞ്ഞ, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ 100% അച്ചീവ് ചെയ്യുമെന്ന് എത്ര പേര് കറക്റ്റായിട്ട് മുമ്പ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ്, അത്രയും കോൺഫിഡൻസ് ആണ് ഞാൻ ജനുവരി മാസം 1,00,000 അച്ചീവ് ചെയ്യും, അത്രയും കോൺഫിഡൻസിൽ പറഞ്ഞത് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് എഴുതി വെക്കാം, അത് പ്രയാസമൊന്നുമില്ല. എനിക്ക് 1,00,000 വേണം, 2,00,000 വേണം, അല്ലെങ്കിൽ ഞാൻ ഇത്ര വെയിറ്റ് കുറക്കും, അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യുന്ന ഉറപ്പ് ഹൈലി കോൺഫിഡൻസിൽ പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആരും അതിനകത്ത് ചാറ്റിലൊന്നും കാണുന്നില്ല. അതിനർത്ഥം അത്ര ഒരു കോൺഫിഡൻസിൽ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊരു ബജറ്ററി മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അത് തെറ്റാണെന്നും അല്ല പറയുന്നത് കേട്ടോ. ബജറ്ററി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പായി അച്ചീവ് ചെയ്യും. ഓക്കെ, സാർ ഏൺ ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, യെസ്, ഞാൻ ഓക്കെ, ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് നമ്മളുടെ ഒരു കോൺഫിഡൻസ്. അതിനകത്ത് തെറ്റോ അല്ലെങ്കിൽ ശരിയോ ഒന്നുമില്ല. നമുക്ക് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന, ഞാൻ ഗോൾ എഴുതി വെക്കുന്ന കാര്യം ഞാൻ 100% അച്ചീവ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മുടെ, ആ കോൺഫിഡൻസ് ഉണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത്ര ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്, ഒരു ഡയറി നോട്ട്ബുക്ക് കൊടുത്ത് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. നമ്മളെ കോൺഫിഡൻസ് എവിടെയാണ് നിൽക്കുന്നത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു വന്നത്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, അതിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തു. നമുക്ക് ആ സ്ട്രാറ്റജിയിലൂടെ നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റണം. എങ്ങനെ പറ്റുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ പറ്റും, എങ്ങനെയാണ് നമ്മുടെ ഗോളിലേക്ക് നമുക്ക് നമ്മുടേതായ നിശ് വെച്ചുകൊണ്ട് എത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ നമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ പറഞ്ഞതാ. യു ഹാവ് ടു ബി ദാറ്റ് പേഴ്സൺ. നമ്മൾ എന്താണോ ആ വ്യക്തിയായിട്ട് മാറുമ്പോഴേ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടും. ബാക്കി എല്ലാ ഒളിച്ചു കളികളൊന്നും കാര്യമില്ല. നമ്മൾ എന്താണോ നമ്മുടെ ബിസിനസ്, നമ്മുടെ നിഷ്, നമ്മൾ എന്താണോ സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കുന്നത്, അത് ആ വ്യക്തിയായിട്ട് നമ്മൾ ആയി മാറുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, അതിലേക്ക് എത്താൻ പറ്റുക. ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ഓരോരുത്തരായിട്ട് എക്സാമ്പിൾ, ഞാൻ പറയുന്നത് കണക്ട് ആവുന്ന ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പം യേശുദാസ് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്? യേശുദാസ് ആ ഒരു പാട്ടിൻ്റെ അത് അയാളുടെ ലൈഫിലെ എന്താക്കി മാറ്റി, അയാളുടെ ജീവിതം അതാക്കി മാറ്റി. അയാൾ എന്തായി, അതിൽ സക്സസ് ആയി. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ, ഇപ്പോൾ നമുക്ക് മമ്മൂട്ടിയെ അറിയാം അല്ലേ? മമ്മൂട്ടിയുടെ ഒരു ആലോചിച്ച് നോക്കൂ. ഇവൻ ലാസ്റ്റ് ഒരു വലിയ അസുഖം വന്നിട്ട് അതിൽ നിന്ന് റിക്കവറി ആയി, ഏത് ഏജിലാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, എങ്ങനെ അത് സാധിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ അത് സാധിക്കുന്നു? ഇത്രയും വലിയ, നമ്മൾ പല റീസൺ പറയും. നമ്മൾ പൈസ ഉള്ളതുകൊണ്ടാണ് പറ്റിയത്. നമുക്ക് ക്യാൻസർ പോലത്തെ ഒരു അസുഖം വന്ന് നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് റിക്കവറി ആവോ? ക്യാൻസർ പോട്ടെ, നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ തന്നെ നമ്മളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മൾ മാനസികമായിട്ട് തളരോ അതോ മാനസികമായിട്ട് ഭയങ്കര കരുത്തിൽ നിൽക്കുമോ? എന്താ നമ്മുടെ ഒരു 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 ഓരോരുത്തരൊന്ന് ചിന്തിച്ച് നോക്കും. അതിന് പറ്റുന്ന ടൈപ്പ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തു. നമുക്കൊരു ചെറിയ അസുഖം, ചെറിയ അസുഖം പനിയല്ല, എന്തെങ്കിലും കുറച്ചൊരു ഒരു ഒരു പേടിപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, അതേ സമയത്ത് അത്രയും ഏജിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സ്റ്റാർ എങ്ങനെയാണ് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്നത്? അയാളുടെ മൈൻഡിന്റെ ആ ഒരു പവറാണ്. കാരണം എന്താ, അയാളുടെ മൈൻഡ് മുഴുവൻ എന്താണ്, ആക്ടിങ് ആണ്. സൊസൈറ്റിക്ക് എന്തൊക്കെ കൊടുക്കണം, എന്നിൽ ആക്ടിങ് ഉണ്ട്, അത് സൊസൈറ്റി കൊടുത്തോണ്ടിരിക്കണം, എൻ്റെ അത് കഴിയാനായിട്ടില്ല എന്ന് അയാൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം എന്നാണ് അയാൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ വ്യക്തി അതായി മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശുദാസ് ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, മറ്റുള്ള അതുപോലെയുള്ള ഓരോ വ്യക്തിത്വങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്, ഇവർ ആ എന്താണോ ചെയ്യുന്നത് അതായി മാറുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ ആ വ്യക്തിയായി മാറിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, സ്കോപ്പ് ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വ്യക്തിയായിട്ട് മാറുക. അപ്പം ഗോൾ ഉണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ സ്ട്രാറ്റജി ഉണ്ട്, അത് മാത്രം പോരാ. നമ്മൾ ആ വ്യക്തി ആയിട്ട് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എങ്ങനെ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ ആ വ്യക്തിയായി മാറാൻ പറ്റും?
ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു പേഴ്സൺ ആയിപ്പം ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇതിനകത്ത് തന്നെ ഓരോരുത്തരുടെ നിഷ് നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം അനീഷ് ഇരിക്കുന്നുണ്ട്. അനീഷ് വർഷങ്ങളായിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അനീഷിനെ പോലെ ഒത്തിരി അക്കൗണ്ടന്റുമാരും മാർക്കറ്റിലുണ്ട്. പക്ഷെ അനീഷ് അതിനൊരു ഫൈനൽ സൊല്യൂഷൻ ആയിട്ട് എങ്ങനെ മാറും? എങ്ങനെ അനീഷ് ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുമോ? അനീഷ് അക്കൗണ്ടിങ്ങിൽ അതിന്റെ ഒരു ഫൈനൽ സൊല്യൂഷൻ അത് അനീഷിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല എന്നുള്ള രീതിയിലേക്ക് അനീഷ ഒരു വ്യക്തിയായി മാറുക എപ്പോഴാ? എന്ത് ചെയ്താലാണ് ആ വ്യക്തിയായി മാറാൻ പറ്റുക അനീഷിന്? അനീഷ് മൈക്ക് ഓപ്പൺ ചെയ്ത് പറഞ്ഞു. നിങ്ങളുടെയും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളത് നല്ലതാണ്. സാറേ എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, അനീഷിലൊരു നിഷൊക്കെ കാണുന്നു, അക്കൗണ്ടിങ്ങിലാണ് എക്സ്പീരിയൻസ് ഒക്കെ. പക്ഷെ അനീഷ് ഒരു ഗോൾ ഉണ്ട് നന്നായിട്ട്. ഓരോ മാസം ഞാൻ എക്സാമ്പിൾ പറയാം, ഒരു മാസം 1 ലക്ഷം ഉണ്ടാക്കണം എന്ന്. അനീഷിന്റെ അനീഷ് പ്ലാൻ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ GST വർക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ട് മാത്രം അനീഷ് ആ ഒരു എമൗണ്ട് ഉണ്ടാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അനീഷിനില്ല. പക്ഷെ ഉണ്ടാക്കാൻ കഴിയും. എപ്പോഴാണ് ആ കോൺഫിഡൻസ് വരിക? നമ്മള് ആദ്യം ഒരു വിശ്വാസത പിടിച്ചു പറ്റണം ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പേഴ്സണിന്. എങ്ങനെ അപ്പൊ അതിനു അതിലേക്ക് വേണ്ടിയിട്ട് എത്തിപ്പെടാൻ നമ്മള് പറ്റും? അതിലേക്ക് എത്തിപ്പെടാൻ കുറെയൊക്കെ നമ്മള് ഒരു സ്വയം ബ്രാൻഡായി മാറണം. യെസ്, വെരി ഗുഡ്. ഇതുപോലെ അത് തന്നെ ഞാൻ പറഞ്ഞ അനീഷ്. ആ സ്വയം ബ്രാൻഡായി മാറണമെങ്കിൽ അനീഷ് എന്ത് ചെയ്യണം? ഞാന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടിപ്സുകൾ കൊടുത്തോണ്ടിരിക്കണം. ഈ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഒരുപാട് പേരിലേക്ക് എത്തണം. സോഷ്യൽ ഓക്കെ, മീഡിയ ഒന്നതാണ് ഉപയോഗിക്കുക. വൺ ഓഫ് ദ മാറ്റർ. അത് മാത്രമാണ്, അതായത് സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കണം. ഓക്കെ, ഒന്നതാണ്. അത് മാത്രം മതിയോ? അതുപോരാ, നമ്മള് ആദ്യത്തെ കുറെ സർവീസുകൾ നമ്മള് ഫ്രീ ആയിട്ട് തന്നെ ഓക്കെ, അത് സോഷ്യൽ ആളുകളിലേക്ക് മീഡിയയിൽ എത്തിക്കണം. കസ്റ്റമറിലേക്ക് എത്താൻ വേണം. അതൊക്കെ വേണം. അതോടൊപ്പം അതിനേക്കാൾ ഉപരി എന്ത് വേണം? നമ്മൾ ഏറ്റവും ക്വാളിറ്റിയിൽ എന്തോ കൊടുക്കണത് ക്വാളിറ്റി മീൻസ് ക്വാളിറ്റിയിൽ കൊടുക്കുക. നോളജ് അല്ലേ? നോളജ്. അക്കൗണ്ടൻസി എന്നുള്ള ടോപ്പിക്കിനകത്ത് എവിടുന്ന് ആരെന്ത് ചോദിച്ചാലും പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അനീഷിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് അനീഷ് അതിൽ എന്താണ് ആ പേഴ്സൺ ആയി മാറുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഗോളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ നിഷായിട്ട് കാണുന്നത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് എന്താണോ നമ്മൾ ആയിത്തീരേണ്ടത് ആ വ്യക്തിയായി മാറുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കതിൽ പെർഫെക്റ്റ് ആവാൻ പറ്റുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം പലരും പലതും കോപ്പി ചെയ്യുന്നില്ലേ, അല്ലേ? എന്നിട്ട് കോപ്പി ചെയ്ത ആളുകളൊക്കെ അതേപോലെ സക്സസ് ആവുന്നുണ്ടോ? ജസ്റ്റ് ഓരോന്ന് എടുത്ത് നോക്കും. പലരും ഒരാൾ കൊണ്ടുവരും, മറ്റാൾ അതിനെ കോപ്പി ചെയ്യും. ഓരോ വ്യക്തികൾ എടുത്തു, ചില ട്രെയിനേഴ്സിന് എടുത്തു നോക്കാം, ചില ഡോക്ടേഴ്സിന് എടുത്തു നോക്കാം, ഇങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്ന സെക്ടറിലൊക്കെ എടുത്തു നോക്കും. കോപ്പി വേറെയും ഒറിജിനൽ വേറെയും തന്നെയല്ലേ നിൽക്കുന്നത്? എപ്പോഴും അങ്ങനെ തന്നെയല്ലേ? അപ്പം പലതും എടുത്തു നോക്കിയാൽ മതി. കോപ്പി വേറെയും ഒറിജിനൽ വേറെയും. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ക്ലാസ് ഉണ്ടെന്ന് കരുതുക. അത് അതേപോലെ കോപ്പി എടുത്ത് നമുക്കും കൊടുക്കാൻ പറ്റും. അതേപോലെ കോപ്പി എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ട്? ഓക്കെ, നിശ് സ്റ്റഡി ചെയ്തിട്ട് ലൈഫ് ആക്കണം. വെരി ഗുഡ്. ഓക്കെ, സീതയും മേഡം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സാധനമല്ലേ? ഇപ്പം പലപ്പോഴും നമ്മൾ ഇപ്പം ഇവിടെ ക്ലാസ് എടുക്കുന്ന സാധനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇതേപോലെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്ന സമയത്ത് 100% ഉറപ്പാണ് ഇത് ലൈവായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ള കേട്ട ഫീൽ ഒരിക്കലും പുറത്തുനിന്ന് ഒരാൾ ഇത് റെക്കോർഡ് കേട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കോപ്പി എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റ് കോപ്പി ചെയ്തുകൊണ്ടോ അയാൾ അതിൽ ബ്രാൻഡ് ആവുന്നത് എപ്പോഴാ? അയാളെന്ന വ്യക്തിയാണ് അതിൽ എന്ത് ചെയ്യുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അയാൾ ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ കഴിയില്ല. അയാളുടെ പ്രൊഡക്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ആ വ്യക്തി അതിലെന്താണ്? ആ വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിൽ അങ്ങോട്ട് ഇൻവോൾവ് ആയിക്കാണ്. ആ വ്യക്തി അതിന്റെ അവസാന വാക്കാണ്. അയാൾ ഒരിക്കലും നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയില്ല. അയാളുടെ പ്രൊഡക്റ്റ് എത്രയും കോപ്പി ചെയ്യാം, പക്ഷെ അയാൾ ഉണ്ടാക്കിയെടുത്ത നോളജും അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ സ്കില്ലും അതൊന്നും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. നമുക്ക് അയാളെ പോലെ ആവണമെങ്കിൽ ആ വ്യക്തി എന്തൊക്കെ ട്രാൻസ്ഫോം ചെയ്തോ അതേപോലെ നമുക്കും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് അയാളെ പോലെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അയാൾ 2 പ്രൊഡക്റ്റ് കോപ്പി ചെയ്തിട്ട് അതേപോലെ ഇറക്കിയതുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ ഒരു വ്യക്തിയെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്,
നമുക്ക് സ്ട്രാറ്റജി എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ഇവിടെ അനീഷ് അക്കൗണ്ടിങ് പറഞ്ഞു, ഞാൻ എക്സാമ്പിൾ അനീഷിന് പറയുന്നത് സോറി, അനീഷ് അക്കൗണ്ടിങ് പറഞ്ഞു. അനീഷിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അക്കൗണ്ടിങ് ചെയ്യുന്ന ആളുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ള ലോകത്ത് അനീഷിന്റെ അടുത്തേക്ക് എന്തിനു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് കിട്ടാൻ വേണ്ടി ആള് വരണം എന്ന് ചോദിച്ചാൽ അനീഷ് എന്ന വ്യക്തി ആയി മാറണം ആ പ്രൊഡക്റ്റ്. അപ്പോഴാണ് അനീഷിനെ തേടി ആളുകൾ വരിക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ നിഷിൽ ശരിയായ രീതിയിൽ സ്കില്ലിൽ ഇറങ്ങി ചെന്നിട്ട് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ മാക്സിമം സമയം അതിൽ കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മൈൻഡ് സെറ്റ് അതിലേക്ക് അങ്ങോട്ട്, എൻ്റെ നിഷ് ഇന്നതാണ്, എൻ്റെ സമയം മുഴുവൻ അതിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ അതിനെ ശരിക്കും പഠിച്ച് പ്രാക്ടിക്കലാക്കി എവിടെ നോക്കുകയാണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മ എത്ര ആളുകൾ കോമ്പീറ്റ് ചെയ്യാൻ വന്നാലും നമ്മെ അടിച്ചിടാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അത് ഡ്രസ്സിലായിക്കോട്ടെ. ഇപ്പൊ ഡ്രസ്സ് ചെയ്യാണ്, അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, സിമ്പിൾ ആയിട്ട് ചിന്തിക്കും. ഇപ്പൊ ഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും കണക്റ്റഡ് ആയ എക്സാമ്പിൾ ഓരോരുത്തർ എടുക്കുക. ഞാൻ ഡ്രസ്സ് എടുത്ത് പറയുന്നത് വെച്ചാൽ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അനങ്ങിയാൽ എല്ലാവരും ഡ്രസ്സായിരിക്കും. സോഷ്യൽ മീഡിയ തുറന്നാൽ ഡ്രസ്സ്, ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഡ്രസ്സ്, വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയാൽ ഡ്രസ്സ്, എല്ലാവരും ഡ്രസ്സായിരിക്കും. അതോടുകൂടി നമ്മുടെ എന്താണ് എനർജി അങ്ങനെ പോകും. ഇതെല്ലാവരും ഡ്രസ്സാണ് തുടങ്ങുന്നത്, ഞാൻ എന്താ അതിന്റെ പുറകെ പോകുന്നത്? അതല്ല ചിന്തിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ അതിൽ എന്ത് എക്സ്പേർട്ട് ആകുന്നത്, ഒന്ന് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്തെങ്കിലും ആ ഡ്രസ്സിനകത്ത് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രം എടുത്ത് അതിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ സമയം നിങ്ങളുടെ നിഷിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായി നോക്കൂ. അതിന്റെ മാക്സിമം നോളജ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ തയ്യാറാക്കും. അത് അങ്ങനെ ഡെപ്തിൽ, അത് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ബ്രെയിനിൽ ഒരു വഴി വെട്ടി അതിലൂടെ ഇറങ്ങി ചെല്ലുന്ന രീതിയിലേക്ക് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. ഒരു മടിയും കൂടാതെ മടുപ്പും കൂടാതെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളൊരു പ്രശ്നം എന്താ, നമ്മൾ അതിലേക്ക് പോകുന്ന സമയത്ത് ഞായറാഴ്ച വന്നാൽ നമുക്ക് ലീവ് വേണം, ഇത്ര മണിക്കൂർ പണിയെടുത്താൽ നമുക്ക്, അതൊക്കെ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ സെൽഫ് ഇൻകം ഉണ്ടാക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ചിന്തയും ജീവിതവും ഒക്കെ ഇത് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് അതിൽ ആരും നമ്മെ തോൽപ്പിക്കാനില്ലാത്ത രീതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നിഷിൽ നമ്മൾ ഇറങ്ങി ചെല്ലുകയും നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾ, എഴുതി വെച്ച ഗോളിലേക്ക് നമുക്ക് സമയത്തിന് കറക്റ്റ് ജനുവരിയിൽ ഇത്രയെന്ന് പറയുമ്പോൾ അത്ര കിട്ടുമെന്ന് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുക അപ്പോഴാണ് നമ്മൾ ആ വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ നിഷിനെ കണക്ട് ചെയ്യുക. ആ നിഷിൽ അല്ലെങ്കിൽ എന്താണോ എനിക്കറിയേണ്ടത്, എന്താണോ ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായി മാറാൻ വേണ്ടിയിട്ട് സമയവും പൈസയും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം മസ്റ്റാണ്. ഇപ്പൊ നിങ്ങളുടെ സമയം സ്കേറ്റേഡ് ആയി പോവാണ്. ഒത്തിരി ആളുകളുടെ പലരും പല കാര്യങ്ങളിലൂടെ സ്കേറ്റേഡ് ആയി പോവാണ്. ഇതിനൊരു അവസാനിപ്പിച്ചില്ല. ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, ഓരോരുത്തരും പറയുമ്പോഴും ഇപ്പം എനിക്കിപ്പം സമയമില്ല, അടുത്ത മാസം മുതൽ ഞാനൊന്ന് ശരിയാക്കി എടുക്കാം, ഈ റീസൺ പറയുന്നിടത്ത് നമ്മൾ തോൽവിയാണ്. കറക്റ്റ് മനസ്സിലാക്കാം. അത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ഇടണം. എൻ്റെ സമയം എവിടേക്കൊക്കെയാണ് പോകുന്നത്, ഏതൊക്കെ സമയത്ത് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ ഇതിന് പ്ലാൻ ചെയ്യാൻ പോകണ്ട. ഇതും കൂടി ആ സമയം ഇല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് എന്താ കാര്യമില്ല. അപ്പം കറക്റ്റ് ഷെഡ്യൂൾഡ് ആക്കിയിട്ട് ഞാൻ എന്തിലേക്കാണോ പോകേണ്ടത് അതിലേക്ക് എനിക്ക് ദിവസം ടൈം എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും ഒരു പ്ലാൻ. ഞാൻ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ ജസ്റ്റ് സാധാരണ ഒരു ക്ലാസ് കേൾക്കുന്ന പോലെ ഒരു ക്ലാസ് കേട്ടു, ഇന്ന് വീട്ടിൽ പോയി, നാളെ വേറെ ക്ലാസ് കേട്ടു, അങ്ങനെ ഒരാളും ചെയ്യണ്ട. 2025 എന്നുള്ള ഈ ഡിസംബറോട് അവസാനിക്കുമ്പോൾ 26 തുടങ്ങുമ്പോൾ ഷാർപ്പ് പ്ലാൻ, ഒരു ഷാർപ്പ് ഒരു ലേസർ ഫോക്കസിൽ പോകാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ പോകാൻ. എന്തിലേക്കാണോ ഞാൻ പോകണം, ഓരോരുത്തർക്കും അവരുടേതായ നിഷുണ്ട്. അത് ഫൈനലാക്കാത്ത ആളുകൾ ഫൈനൽ ആക്കണം. അതിലേക്ക് റിസർച്ചിന് സമയം കൊടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് രാത്രി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ എന്താണ് ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നിഷ് ഫൈനലാക്കല്. ഒരു ദിവസം മാറിയിരിക്കണം, മനസ്സിനെ ഫ്രീ ആക്കി വെക്കണം, എന്നിട്ട് ചിന്തിക്കണം എൻ്റെ കഴിഞ്ഞു പോയ കാലം എന്താണ്, ഞാൻ ഇപ്പം എന്ത് എത്തി നിൽക്കുന്നു, എൻ്റെ ഫ്യൂച്ചറിലേക്ക് എനിക്ക് എന്താവണം, എൻ്റെ ഫ്യൂച്ചറിലേക്ക് ഇതേപോലെ ഒരു ദിവസം ഒരു 500-1000 രൂപ കിട്ടിയിട്ട് അങ്ങനെ ജീവിച്ച് പോയാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നാലെ പോവാം. അതല്ല എനിക്ക് മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കി പോകണമെങ്കിൽ ഞാൻ എന്തിലേക്ക് പോയാലാണ് എനിക്ക് ഏൺ ചെയ്യാൻ വേണ്ടി കഴിയുക? ഒത്തിരി സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ളതിന്റെ പിന്നാലെ പോവാതെ പലരും ഇപ്പോഴും ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് എനിക്ക് ഒരു ദിവസം ഒരു 50 കോൾ വരുന്ന, 50 വാട്സപ്പ് മെസ്സേജ് വരുന്നെങ്കിൽ 30-40 ആളുകളും അത് തന്നെയാണ്, ഞാൻ ബേക്കറി പ്രൊഡക്റ്റ് വിൽക്കാൻ പോവാണ്, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ്. ഇതൊക്കെ ഓൾറെഡി ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉള്ള സാധനമാണ്. പിന്നെ അതിന്റെ പിന്നാലെ പോയി ചിന്തിക്കുന്നതിന് പകരം അതിൽ വ്യത്യസ്തമായിട്ട് കിട്ടും, ഇത് കിട്ടേണ്ട സാറേ എന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നും.
നിങ്ങൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് മൈൻഡ് നന്നായി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് മൈൻഡിനെ ഫ്രീ ആക്കിക്കൊണ്ട് കറക്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും എടുക്കുന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടും. പ്രകൃതി അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് നല്ലൊരു ആശയമായി കിട്ടണം, നിരന്തരം മനസ്സിനെ പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തും. ആദ്യം മനസ്സിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾക്ക് വിളിച്ച് പുറത്തേക്ക് ഇടണം. എന്നിട്ട് മനസ്സിനോട് നമ്മൾ സംസാരിക്കണം. ദൈവത്തോട് സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട്, ഓരോരുത്തരുടെ വിശ്വാസം ഓരോ പോലെയാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അള്ളാഹു ആവാം, അല്ലെങ്കിൽ യേശു ആവാം, അല്ലെങ്കിൽ പ്രകൃതി വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്, പല രീതിയിലാണ്. അതല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങളാവാം. എനിവേ, എന്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് സിമ്പിൾ ആയിട്ട് ഇരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ മൈൻഡ് ഫ്രീ ആവണം, മൈൻഡിനകത്ത് ബ്ലാങ്ക് ആവണം, മൈൻഡിനകത്ത് അനാവശ്യമായ ഒരു സാധനം പാടില്ല. അപ്പൊ ആദ്യം അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കയറ്റി ഈ 2025 കഴിയാൻ പോവാ, ഇന്ന് തന്നെ തീരുമാനിക്കുക. കംപ്ലീറ്റ് സാധനങ്ങളെ നന്നായി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് അനാവശ്യമായ സാധനങ്ങളെ കംപ്ലീറ്റ് വലിച്ച് പുറത്തേക്ക് ഇടുക, നല്ല സാധനങ്ങൾ മാത്രം കേട്ടുക, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ഡയറക്റ്റ് ഫ്രീ ആയിരിക്കുക. നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ. നിങ്ങൾ ചിന്തിച്ചോളൂ, സക്സസ് ആയ ഏതൊരു വ്യക്തിത്വം എടുത്ത് നോക്കുക, അവരൊക്കെ ഈ പറയുന്ന ഗുഹയിലോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ പോയിരുന്നു കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ടും ധ്യാനം നടത്തിയിട്ടും ഒക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സക്സസ് ആവുന്നത്. അപ്പം എല്ലാവരുടെ പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാലും എല്ലാവരും, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്ത് നോക്കുക, മോദിജി വെറും മെഡിറ്റേഷൻ്റെ ആളാ. ഇങ്ങനെ ഓരോരുത്തർ എടുത്തു നോക്കൂ, സക്സസ് ആയ ആളുകളൊക്കെ. അതായത് മെഡിറ്റേഷൻ ഉദ്ദേശിക്കുക എന്താ, നമ്മൾ നമ്മുടെ മൈൻഡിനും ബ്രെയിനിനും ഒക്കെ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, സക്സസ് ആവാത്ത സംഭവിക്കുന്നത് എന്താ, ഒത്തിരി ഹറിബറി ഓട്ടമാണ്. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് എനിക്ക് എന്റെ നിഷൊന്ന് കാണണം, ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇന്നലെ സമയം കിട്ടിയില്ല, ഇന്ന് നോക്കാം, ഈ നാളെ നോക്കാം, ഇങ്ങനെ നമ്മളത് എന്ത് ചെയ്യും, മാറ്റി മാറ്റി പോകും. ഒരിക്കലും സക്സസ്, ഈ ചിന്ത മാറാതെ സക്സസ് നമ്മിലേക്ക് വരൂല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും നമ്മൾ തീരുമാനിച്ചു വെച്ചതല്ല, നമ്മുടെ ബ്രെയിനിൽ ഒരു വര വീണ് കഴിഞ്ഞു, ഇങ്ങനെ മാറ്റി വെക്കുക. അത് ആ സമയത്ത് കറക്റ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ചൊവ്വാഴ്ച ഇത് തലവേദന വരിക, അതേപോലെ ഒരു കാര്യം വരുമ്പോൾ മാറ്റി വെക്കുക. നമ്മൾ ശീലിച്ച കാര്യമാണ്. കുറച്ചു നേരം കൂടി മൊബൈൽ കണ്ടിട്ട് കിടക്കുക, അത് നമ്മൾ ശീലിച്ചതാ, പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. ഈ ഹാബിറ്റുകൾ മാറണമെങ്കിൽ നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം, മനസ്സിനോട് പറയണം, എനിക്ക് ഈ ഹാബിറ്റ് മാറണം എന്നല്ല, മാറി എന്ന് പറയണം. മാറിയതായിട്ട് ഡ്രീം ചെയ്യണം. ഞാൻ സ്ഥിരമായിട്ട് മൊബൈൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതെന്ത് ചെയ്യണം, അതിന് അവിടെ റീപ്രോഗ്രാം ചെയ്യണം. ഞാൻ എൻ്റെ സമയം നന്നായിട്ട് യൂസ് ചെയ്യുന്നു, ഞാൻ എൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയം ഉപയോഗിക്കുന്നു. ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് 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 പഠിപ്പിച്ചാൽ മനസ്സ് പിന്നെ അതിനു വേണ്ടി പണിയെടുക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഒത്തിരി ആളുകൾ വീണ്ടും ഈ സമയം അല്ലെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് ഒക്കെ നമ്മൾ ടൈം മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്ത് പോയ കാര്യമാണ്, ഗോൾ സെറ്റിങ്സ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, മൈൻഡ് റിലേറ്റഡ് ആയി ഡിസ്കസ് ചെയ്ത് പോയ കാര്യം. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നതിന്റെ ആകത്തുക ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തിലേക്കാണോ ആവുന്നത് ആ വ്യക്തിയായിട്ട് മാറുക. നമ്മളുടെ നിഷ് എന്താണോ അത് നമ്മൾ ആ വ്യക്തി അതായിട്ട് മാറുമ്പോൾ ഓരോ അഡ്രസ് എടുത്ത്, ഓരോ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഓരോ ബിസിനസ് ആയിക്കോട്ടെ. ഇപ്പൊ അജ്ഫാന്റെ മുതലാളി അജ്ഫാൻ കുട്ടിക്ക എന്ന് പറഞ്ഞാൽ, അജ്ഫാൻ കുട്ടിക്ക ആ വ്യക്തി അജ്ഫാനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അയാൾ നമുക്ക് ഫെമിലിയർ ആവുന്നത്. യേശുദാസ് പാട്ടിന്റെ ആളായി മാറിക്കഴിഞ്ഞു, മോഹൻലാൽ അഭിനയിക്കുന്ന ആളായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവരതിലങ്ങോട്ട് എന്താണ്, എക്സ്പേർട്ട് ആവാം. നമ്മൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാൻ തയ്യാറാവുക. നമ്മൾ എന്താ ചെയ്യുന്ന ആളുകൾ അറിയണ്ട. എങ്ങനെ സക്സസ് ആവാനാ, എവിടുന്ന നമുക്ക് സക്സസ് വരിക? ഓരോരുത്തരും അവരുടേതാവാൻ ആഗ്രഹിക്കുന്ന മേഖലയിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യുക, ഓരോ ദിവസം നല്ല സമയം അതിന് കൊടുക്കുക, സ്കില്ല് നന്നായി ഡെവലപ്പ് ചെയ്യുക. അതിനകത്ത് കോൺഫിഡൻസ് ഇങ്ങനെ കയറി വരണം. എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും, ഞാനായിരിക്കുന്ന മേഖലയിൽ എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ പറ്റും. അവിടെ എന്ത് വർക്ക് വന്നാലും, ഇപ്പൊ ഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ, അത് അവർ എന്ത് റിലേറ്റഡ് ആയിട്ടും, ഞാൻ ചുരിദാറുമായി ബന്ധപ്പെട്ട എന്ത് ചോദിച്ചാലും ഞാൻ അതിൽ കംഫർട്ടാ, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പുതിയ സാധനം വരുമ്പോഴേക്കും അത് കണ്ടെത്തി അതേപോലത്തെ മോഡൽ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അപ്പോഴേക്കും ആളുകൾ എൻക്വയറി വരും, ഇത് എനിക്കൊന്ന് ചെയ്തു തരുമോ. ആ ലെവലിലേക്ക് വന്നാൽ പ്രീമിയം പ്രൈസിന് സാധനം വെക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ പറ്റും. ആളുകൾ പൈസ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട്. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ മൈൻഡ് സെറ്റ് മാറണം. നമ്മൾ ഈ 500-200ലേക്ക് പോകുന്നതിന് പകരം മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ അതേ സാധനം, നല്ല സാധനം കൊടുക്കാൻ സമയത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയ ആൾ 2000-3000 തരും. അപ്പൊ ആ ലെവലിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ സ്കില്ലാണ് പ്രധാനം. ആ വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞത് അതാണ്, നമ്മൾ എന്തിലേക്കാണോ പോകുന്നത് ആ വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ പറ്റിയാലാണ് നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പം ആ ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ എങ്ങനെ അത് പറ്റുമെന്നുള്ളത് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക, ഇങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിയായിട്ട് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ.
ഓക്കെ, നമുക്ക് അടുത്ത് എന്താ പറയാ, അപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞ ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക എന്നുള്ളത് നമ്മളൊരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മൾ എന്തിലേക്കാണ് പോകേണ്ടത് ആ വ്യക്തിയായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ഈ പറയാനുള്ളത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തറിയാം, ആക്ഷൻ എടുത്താൽ നമ്മളത് ആവും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയാത്ത ഒരാളും ഇല്ലല്ലോ. ഒന്ന് ചാറ്റ് ബോക്സിൽ വരും. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ആളാവോ ഇല്ലേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആളാവും. യെസ്, ഓക്കെ, യെസ്. എല്ലാവരും ഒന്ന് ചാറ്റിൽ വന്നിട്ടൊന്ന് ഓക്കെ ഓക്കെ യെസ് താങ്ക് യു. യെസ്, ഇതൊക്കെ അറിയാം. കൺസിസ്റ്റൻസി ഉണ്ടാവണം, നിശ്ചയ സ്റ്റഡി ചെയ്ത് ലൈഫ് ആക്കണം. യെസ്, ഓക്കെ. ആക്ഷൻ എടുത്താൽ ഇനി നമുക്ക് അറിഞ്ഞുകൊണ്ട്, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇതൊക്കെ നമുക്കറിയാം, ആക്ഷൻ എടുത്താൽ ഞാൻ അങ്ങനെ ആവും. അപ്പം അങ്ങനെ ആവണ്ട എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചിന്ത ഉണ്ടോ നമുക്ക്? ഞാൻ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നന്നാവും. മറ്റേ ഇവിടെ ഫിലിമിൽ സലീം കുമാർ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, പണിക്ക് പോകുന്നില്ലേ ചോദിക്കുമ്പോൾ, എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. ഞാൻ എന്താ പറയാ, നീ പണിക്ക് പോകുന്നില്ലേ? അപ്പം സലീം കുമാർ ചോദിക്കുന്നുണ്ട് എന്തിനാ പണിക്ക് പോകുന്നത്? അപ്പം ഒരാൾ പറയാണ്, നീ പണിക്ക് പോയാൽ നീ നന്നാവും, നീ നന്നാവും, എൻ്റെ കുടുംബം നന്നാവും, നിന്റെ കുടുംബം നന്നായി കഴിഞ്ഞാൽ അതങ്ങനെ സമൂഹം നന്നാവും, സമൂഹം നന്നായാലാണ് രാജ്യം നന്നാവും, അങ്ങനെ ഇന്ത്യ നന്നാവും, രാജ്യം നന്നായി കഴിഞ്ഞാൽ ലോകം നന്നാവും എന്ന് പറയുമ്പോൾ സലീം കുമാർ ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട്, ലോകം നന്നായാൽ അതിൽ പാകിസ്ഥാനും പെടൂലെന്ന്. ആ പാകിസ്ഥാൻ പെടും. ഓക്കെ, അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ പണിക്ക് പോകാതിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. എല്ലാവരും കണ്ടുണ്ടാവുക കോമഡി, ഭയങ്കര രസകരമായ കോമഡിയാണ്. ഞാൻ പണിയെടുത്ത് പാകിസ്ഥാൻ നന്നാവണ്ട, ഇന്ത്യയുടെ ശത്രുരാജ്യമല്ലേ. അപ്പം അന്ന പോലെ നമുക്കൊക്കെ അറിയാം നമ്മൾ പണിയെടുത്താൽ നന്നാവും എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് പണിയെടുക്കാത്തത് എന്നൊരു ക്വസ്റ്റ്യൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ കൈവച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ട് മേലെ കൂടെ മേഞ്ഞ് നടന്നിട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ മേലെ ഒരു പൊന്ത് പോകുന്ന പോലെയല്ല. ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കാം, എനിക്ക് സക്സസ് ആവണം, എനിക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട്, ഞാൻ എന്തുകൊണ്ട് പണിയെടുക്കുന്നില്ല, ഞാൻ ഇനി ആരെ കാത്തിരിക്കുന്നത്, എന്റെ സമയം ഞാൻ ആർക്കായി കൊടുക്കുന്നത്, ഞാൻ കുറേ സമയം എനിക്കുണ്ട്, ഞാനിത് മുഴുവൻ ആവശ്യമില്ലാതെ അതിനും ഇതിനും ചെലവഴിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ല? നിർബന്ധമായിട്ട് 2026 ഗോൾ സെറ്റിംഗിൽ സ്കിൽ ഡെവലപ്മെന്റ് മിനിമം ഒരു 1 to 2 അവർ മാറ്റി വെച്ചേ പറ്റൂ. നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ ആ സമയം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഇവിടെ തന്നെ നോക്കും, നമ്മൾ എത്രയാണ് കാര്യങ്ങൾ പറയുന്നുണ്ട്, എത്രയാണ് ആകെ അതിൻ്റെ ഒരു 10% പോലും ആരും ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്നില്ല. വലിയ ആവേശത്തിൽ വീഡിയോ ചലഞ്ച് ഒക്കെ ഏറ്റെടുത്ത് ഒരാൾ, പക്ഷെ പിന്നെ അതിന്റെ പുറകിലില്ല. ഇത് ആ പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്താലാണ് വീഡിയോസിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. വളരെ 1-2 ആളുകൾ മാത്രമാണ് ആ പ്രാക്ടീസ് ചെയ്ത്, ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് ആളുകൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ആവശ്യം വന്നാൽ ചെയ്തോളാം ആ ചിന്ത. പക്ഷെ കഴിയൂല. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് മാറുള്ളൂ. ചെയ്ത് പോസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ സംസാരിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത് തുടങ്ങണം. ആരെ കാത്തു നിൽക്കും നമ്മൾ? ഇനി ഫേസിൽ വരാൻ പറ്റാത്ത ആളുകൾ വോയിസ് ഓവർ ചെയ്തിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കണം. ആദ്യത്തൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ 2-3 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും നമ്മൾ. അങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴറിയാം. അങ്ങനെ ചെയ്തിട്ട് 5, 10, 15 വീഡിയോസ് കയറുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ആ ട്രാക്കിലേക്ക് വരും. ഞാൻ പറഞ്ഞു തുടങ്ങിയ എന്നുള്ള ആളുകളൊന്നും ജസ്റ്റ് ചോദിച്ചു, നിങ്ങൾ ഇപ്പം തുടങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഒരു മാസത്തെ വീഡിയോസ് നിങ്ങളെ കയറി കഴിഞ്ഞു, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് അടുത്ത് തുടങ്ങിയിരുന്നു. ഇനിയും നമ്മൾ ആരെ കാത്തിക്കുന്നേ? അപ്പം ഈ കേൾക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും ആദ്യമൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്യും, നന്നായിട്ട് കാര്യങ്ങൾ ചോദിക്കും, പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ഇങ്ങനെ ബാക്കോട്ട്. എല്ലാവർക്കും സംഭവിക്കാതാണ്. കൺസിസ്റ്റൻസി എന്നുള്ള സാധനം നമുക്കില്ലാത്തിടത്തോളം കാലം സക്സസ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഈ പോക്ക് ഇങ്ങനെ പോവുള്ളൂ. കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പഠിച്ച കാര്യങ്ങൾ കൺസിസ്റ്റൻസിയിൽ ഒരു കാര്യം നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ വേണ്ടി കഴിയും. അപ്പം കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും, യു ആർ നോട്ട് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ എന്തായിട്ടില്ല, ആ വ്യക്തി ആയിട്ടില്ല. അത് തന്നെയാണ് അതിന്റെ ആൻസർ. യു ആർ നോട്ട് ദാറ്റ് പേഴ്സൺ. ആ വ്യക്തി നമ്മൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരിക്കലും സക്സസ് ആവാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ആവാൻ തയ്യാറാവുക, അതിന് സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം. സമയം മാത്രമല്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ ആവശ്യമാണ് അതൊക്കെ കൊടുത്തുകൊണ്ട് 100% ഡെഡിക്കേറ്റഡ് ആയി മാറിയില്ല. ഇനിയും ഇപ്പൊ ഇതുവരെ പോയി 2025, 24 ഒന്ന് ബാക്കോട്ട് ചിന്തിക്കുക. എങ്ങനെയാണോ ഞാൻ ഇതുവരെ പോയത്, ഇനിയും 2026 അങ്ങനെ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഈ ക്ലാസ്സിൽ വന്നിരുന്നോണ്ടൊന്നും ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. യാതൊരു കാര്യമില്ല.
ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം, ആരും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? ഇത് ധാരാളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. നമ്മൾ എല്ലാ ചൊവ്വാഴ്ച ഇപ്പൊ ബാച്ചിലർ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ച നമ്മളിവിടെ വന്നിരിക്കും. ഓരോരുത്തരുടെ ഗ്രോത്തും എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ ഈ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സുകൾ ഇന്ന് തന്നെ ഇപ്പം ആക്റ്റീവായിരുന്ന ആൾ പല ആളും ക്ലാസ്സിൽ കാണില്ല, പല റീസണുകളാവാം. പക്ഷെ നിർബന്ധമായിട്ട് ആ ഒരു ദിവസത്തിന് പ്രയോറിറ്റി കൊടുത്താൽ അന്ന് കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കാനും അതിലൂടെ ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരും. ഞാൻ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഇന്ന് സീക്രട്ട് എന്നുള്ള പുസ്തകം വായിക്കുക എന്നുള്ളത്. നമ്മുടെ മൈൻഡിലെ അല്ല നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ. ആ ഒരു മെഡിറ്റേഷൻ കൊണ്ടുവരാൻ, മെഡിറ്റേഷൻ ശീലിക്കുക സ്ഥിരമായിട്ട്. മെഡിറ്റേഷൻ മനസ്സിന് കൊടുക്കുന്ന ഒരു ഫുഡാണ്, ഫ്യുവലാണ്. മനസ്സിനെ നന്നാക്കി എടുത്തില്ല എങ്കിൽ നമുക്ക് ഒത്തിരി ടെൻഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോകും. ഈ ഡൗൺ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടത് മനസ്സിന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിന് നല്ല പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ശീലിച്ചേ പറ്റൂ. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് പോയതാ. എത്ര പേര് ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിയില്ല, എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരും സെൽഫിനോട് ചോദിക്കുക. ഞാൻ ഇല്ല എങ്കിൽ 26 ഷെഡ്യൂൾ എഴുതുമ്പോൾ, ഗോൾ സെറ്റിംഗ്സ് എഴുതുമ്പോൾ ഇതൊക്കെ അതിനകത്ത് വരണം. ഞാൻ പറയുന്നത് ഇത് നമുക്ക് സെൽഫായിട്ട് ചെയ്തു പോകാൻ പറ്റില്ല എങ്കിൽ, നമ്മൾ സെൽഫ് മോട്ടീവ് അല്ല എങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കണം. അതല്ല എങ്കിൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ കേൾക്കും, ഒരു ചെവിയുടെ കേൾക്കും, നാളെ അത് മറക്കും, 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം ചെയ്യില്ല. അപ്പം ഇതൊക്കെ നിർബന്ധമായിട്ട് ലൈഫിൽ സക്സസ് ആവാൻ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. സക്സസ് ആവുമെന്ന് മാത്രമല്ല, ലൈഫ് എൻജോയ് ചെയ്യാൻ, ഒത്തിരി ഹരിബറിയായ ലൈഫിൽ നിന്നൊക്കെ മാറി, ടെൻഷൻ അടിക്കുന്ന ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ട് ശരിക്കും നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടത് എന്താണ്? നമുക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡ് കൊണ്ട് മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ്. ലൈഫാണെങ്കിൽ എല്ലാ സാഹചര്യം കടന്നു പോകും, എല്ലാ പ്രയാസങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ജോലി ഉണ്ടാവും, ജോലി ഉണ്ടാവില്ല, ബിസിനസ് പൊട്ടും, ബിസിനസ് പരാജയപ്പെടും, ഫിനാൻഷ്യലി പ്രശ്നം വരും, വീട്ടിൽ വിഷയം വരും, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരും, ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാവും. ചിലർ ചീത്ത പറയും, നമ്മൾ ഡൗൺ ആവും. ഇതൊക്കെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്ത് പോയേ പറ്റൂ. ഇതിനൊക്കെ മനസ്സിനെ ഡൗണും അപ്പും ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടില്ല. അതേ സമയത്ത് ഈ സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ മനസ്സുകൊണ്ട് പഠിക്കാൻ പറ്റിയാലോ നമുക്ക് എല്ലാത്തിനും സന്തോഷം കണ്ടെത്താൻ പറ്റും, എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടും. ഇവിടെയാണ് മെഡിറ്റേഷന്റെ പ്രാധാന്യം, ഇവിടെയാണ് മൈൻഡ് സെറ്റിന്റെ പ്രാധാന്യം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവുള്ളൂ. അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ദിവസം മെഡിറ്റേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ മേഖല എന്താണോ അതിൽ ഞാൻ എന്തായി മാറും, ഞാൻ ആ വ്യക്തിയായിട്ട് മാറും. അതിനപ്പുറത്ത് വേറൊരു എക്സ്ക്യൂസും ഇല്ല. അതിനകത്ത് 99%, 100% ഞാനായി മാറും. ഞാൻ പറയാറില്ല 99% ആയാൽ പോരാ, 99, 100, രണ്ടും രണ്ടാണ്. 99% അല്ല. ഞാൻ എന്താവുന്നോ അതിനകത്ത് 100% ഞാനാവും. ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നേക്കും. എന്തിലേക്കാണ് പോകേണ്ടത് അതിനകത്ത് 100% ആയി മാറുക. അതിന് പഠിച്ചേ പറ്റൂ, അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് ക്ലാസ് കേൾക്കേണ്ടി വരും, കേട്ട ക്ലാസ്സിൽ പറയുന്ന വർക്കുകൾ ചെയ്യേണ്ടി വരും, അതിനൊക്കെ സമയം കൊടുത്തേ പറ്റൂ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് സെറ്റ് ആവും. മറ്റ് എക്സ്ക്യൂസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒരാളും എന്ത് ചെയ്യേണ്ട, എസ്കേപ്പ് ചെയ്യാൻ നിൽക്കരുത്. എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ എത്തില്ല. നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന എക്സ്ക്യൂസുകളായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ അതിനെ നല്ലപോലെ സമീപിച്ചാൽ നടക്കാൻ പറ്റുന്ന കാര്യമായിരിക്കാം. നമ്മൾ മറ്റു പലതും നടന്നുണ്ടെങ്കിൽ അതും നടക്കും എന്നുള്ള കാര്യമാണ്. നമുക്ക് ഏറ്റവും ആദ്യം എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്ന സാധനം ഇതായിരിക്കും. ഇത് നമ്മുടെ ലൈഫിലെ സക്സസ് ആവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു കാര്യം പറഞ്ഞാൽ ആദ്യം എടുത്ത് മാറ്റി വെക്കുക. അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ലൈഫിൽ സക്സസ് ആവാൻ വേണ്ട സാധനം പഠനമാണ്. ലൈഫിൽ സക്സസ് ആവാൻ വേണ്ട സാധനം നമ്മൾ എന്തായി നിൽക്കുന്ന അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സമയം കൊടുക്കുന്നതിനെ ആദ്യം എടുത്ത് മാറ്റി വെച്ച് ബാക്കി എല്ലാത്തിനും സമയം കൊടുക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയമാണ്. 25 എന്ത് സംഭവിച്ചോ, 24 എന്ത് സംഭവിച്ചോ അത് തന്നെ 26 സംഭവിക്കും. മാറി ചിന്തിക്കുക. ചിന്തകൾ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾ ആ ഒരു റിസൾട്ടിലേക്ക് വരിക. നമ്മൾ ആ പേഴ്സൺ ആയിട്ട് മാറണം. എന്തിലാണോ ആയി നിൽക്കുന്നത്, ആസ് എ ഡ്രസ്സിന്റെ ബിസിനസ് ആണോ, ഡ്രസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ വ്യക്തിയായി മാറണം. അവിടുന്ന് എവിടുന്ന് ചോദിച്ചാലും ഡ്രസ്സിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. എന്താണോ നിങ്ങളുടെ മേഖല വെച്ചാൽ അതിലേക്കായി മാറാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ എന്ത് ഐഡന്റിറ്റിയിലാണോ ഉള്ളത് ആ ഐഡന്റിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗോളിലേക്ക് എത്തില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യുക? നമ്മളിപ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാവും. ആ വ്യക്തിയുടെ മുന്നിലോ ബാക്കിലോ ഒരു വാല് കയറണം. എന്താണോ നമ്മുടെ ബ്രാൻഡ്, ആ ബ്രാൻഡ് അവിടെ കയറണം. അപ്പൊ നമ്മൾ ആ വ്യക്തി ഷിഫ്റ്റ് ചെയ്തു ഐഡന്റിറ്റിയിലേക്ക്. നമ്മുടെ ഒരു ബിസിനസ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ടേക്ക് മാറാൻ നമുക്ക് കഴിയണം. ലുലു യൂസഫലി എന്ന് പറയുന്ന പോലെ നമുക്കും അതേപോലെ ഒരു ലെവലിലേക്ക് നമ്മുടെ ഐഡന്റിറ്റി മാറ്റാൻ കഴിയുമ്പോഴാണ് നമ്മൾ മാറുന്നത്. നമ്മൾ അതിൽ മാക്സിമം എക്സ്പേർട്ട് ആവും. പേരിന്റെ മുന്നിൽ വരി ചേർത്ത് വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പേഴ്സണലി നമ്മൾ മാറണം.
അപ്പം വരി ഓട്ടോമാറ്റിക്കലി വന്നോളും. പേരിന്റെ കൂടെ ഒരു വരി എഴുതി വെക്കാൻ എളുപ്പമാണ്, എഴുതി വെക്കണ്ട. നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തിലാണോ എക്സ്പേർട്ട് ആവുന്നത് ആ പേര് നമുക്ക് അതിന്റെ കൂടെ വന്നോളും. അപ്പോൾ നമ്മൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ, നമ്മൾ മനസ്സിനെ ഫ്രീ ആക്കി, മനസ്സിനെ ഏറ്റവും നന്നാക്കി എടുത്ത്, നമ്മൾ പേഴ്സണലി അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആയി, മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് എല്ലാത്തിനും മാറി നിന്നുകൊണ്ട് ഇതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയി, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാൻ തയ്യാറായി, അതിനെ മാക്സിമം ഓരോ ദിവസവും ഷാർപ്പൻ ചെയ്തു വരുന്ന സമയത്ത് ഐഡന്റിറ്റി ഷിഫ്റ്റ് ആവും. ഈ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആവൽ തുടങ്ങിയാലോ നമുക്ക് യൂണിവേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സ് ഗിഫ്റ്റ്, യൂണിവേഴ്സ് മീൻസ് അത് യൂണിവേഴ്സ് ആവാം, ദൈവമാവും, എനിവേ ആരോ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഐഡന്റിറ്റി മാറുമ്പോൾ അതിനനുസരിച്ച് ഇൻകം വരവ് തുടങ്ങും. അപ്പോഴാണെങ്കിൽ അതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോളും സെറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പായലല്ല. ഇതിന്റെ ഇന്നത്തെ ക്ലാസിന്റെ എൻഡ് എന്ന് പറയുന്നത്, ഇന്നത്തെ ക്ലാസിന്റെ സത്ത എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എന്തിലോ ആയി നിൽക്കുന്ന ആ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മെ ചോദിച്ച ആളുകൾ വന്നു തുടങ്ങും, നമ്മെ അന്വേഷിച്ച ആളുകൾ വരും, അവിടെ നമുക്ക് പൈസ കിട്ടൽ തുടങ്ങും, അവിടെ നമുക്ക് ഇൻകം വരവ് തുടങ്ങും. അപ്പം ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. അതല്ലാതെ പ്രൊഡക്റ്റ് മനോഹരമാക്കാനും നമ്മൾ നമ്മൾ എന്താ പറയാ, അതിനൊന്നുമല്ല സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. പേഴ്സണലി നമ്മുടെ സ്കില്ലും ഐഡന്റിറ്റിയും ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറാക്കി, എന്ത് പ്രൊഡക്റ്റിലാണോ ആയി നിൽക്കുന്നത് അതിലേക്ക് നമ്മൾ മാക്സിമം നന്നായിട്ട്, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതിന്റെ നോളജുകൾ അത് എവിടെ നിന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഷനാസ്ക ഉണ്ട്, ഷനാസ്ക സ്പെയർ പാർട്സ് ചെയ്യുന്ന ആളാണ്. ഷനാസ്കക്ക് ഒരു പക്ഷേ തോന്നും ഞാൻ എന്താ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. സ്പെയർ പാർട്സിനകത്ത് ഇവിടെ റയറായ സാധനങ്ങൾ വരെ ഷഹനാസ് ഖാനോട് ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അതിന് കേരളത്തിൽ ഒരാളെ ഉള്ളൂ, അത് ഷഹനാസ് ഖാനോട് ചോദിച്ചാൽ മതി, എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നറിയാം. ആ ലെവലിലേക്ക് മാറാൻ നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ, അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് പല റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ആ പ്രൊഡക്റ്റ് കിട്ടാൻ, ഈ പ്രൊഡക്റ്റ് അത് അപ്പം നോട്ട് ചെയ്തോളണം. ഓക്കെ, ആ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടാനില്ലെങ്കിൽ അത് എവിടെ കിട്ടും, എന്തുകൊണ്ടാണ് ഇവിടെ റയർ ആവുന്നത്, അതിന്റെ അവൈലബിലിറ്റി എന്തുകൊണ്ടാണ് കുറയുന്നത്, അപ്പോൾ അതെങ്ങനെ കൂടുതൽ അവൈലബിൾ ആക്കി കൊടുക്കാൻ എനിക്ക് കഴിയും. ആ ലെവലിലേക്ക് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങും. ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ആവും. അതിൽ ടോപ്പ് ലെവൽ നോളജ് നിങ്ങളുള്ളതായിട്ട് മാറും. കേരളത്തിൽ എവിടേക്ക് സാധനം വരണം, എവിടേക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, അതിന് ഏക സൊല്യൂഷൻ നിങ്ങളായിട്ട് മാറും. ഇങ്ങനെ ഓരോരുത്തരും അവർ കണക്റ്റ് ആയ മേഖലയിൽ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നോളും നമ്മുടെ ഇൻകം ഒക്കെ. അതിനെപ്പറ്റി നമ്മൾ വറി ആവണ്ട. ആരും നമ്മെ കോമ്പീറ്റ് ചെയ്യാൻ വരാത്ത ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പോൾ 2026 നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ, നമുക്കൊരു മാസം 10 ലക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒറ്റ ഒന്നിൽ ഫോക്കസ് ചെയ്യാം, ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ. ബാക്കി ഒന്നിലും ആരും ഫോക്കസ് ചെയ്യണ്ട. എന്താണോ ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത്, പ്രൊഡക്റ്റിന്റെ ഭംഗി കൂട്ടാൻ പോണ്ട, നമ്മളുടെ ലൈഫിൽ പേഴ്സണൽ എന്ത് ചെയ്യുക, ഷാർപ്പൺ ചെയ്യുക, നമ്മൾ മാക്സിമം അതിൽ നോളജബിൾ ആവുക. ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, ഹൈലി ടാലന്റഡ് ആയിട്ട് പറയാൻ കഴിയുക. അത് കോൺഫിഡൻസ്, 100% കോൺഫിഡൻസിൽ പറയാൻ പറ്റും. ആ പ്രൊഡക്റ്റിനെ പറ്റി ഒരാൾ ചോദിച്ചാൽ ഈ ഡ്രസ്സിന് അത് ഇന്ന പോലെയാണ് എന്ന് പറയാൻ പറ്റും, അത് നിങ്ങൾ എടുത്തോളൂ, അതല്ലെങ്കിൽ അതിൽ ഇന്ന പോലെ, അതൊരു ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ചോദിക്കുന്ന, നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻകം വന്ന് തുടങ്ങുമെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഞാൻ ആകത്തുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താൽ പോരാ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ പോരാ, നമ്മൾ ആ പ്രൊഡക്റ്റ് ആയിട്ട് മാറണം. നമ്മൾ ആ പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ മീൻസ് ആ പ്രൊഡക്റ്റ് എന്താണോ അവിടേക്ക് നമ്മൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഐഡന്റിറ്റി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതായിട്ട് മാറുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള കാര്യത്തിൽ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, ഇന്ന് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ലെവലിൽ. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് സെഷനാണ്. എല്ലാവരും മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ 2026 വിഷൻ? ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്നുള്ളത് കൂടി ഒന്ന് പറയണം. ഓരോരുത്തരും എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. അപ്പൊ നമുക്ക് അറിയാലോ എനിക്കിത് മനസ്സിലായോ ഇല്ലേ എന്നുള്ളതൊക്കെ. ഓക്കെ, ഉണ്ടായി. ആരോപ്പം ചാറ്റ് ബോക്സിൽ വന്നിരുന്നല്ലോ, ഒന്ന് വായിച്ചു നോക്കാം. സ്ട്രോങ് ആയി സിറ്റുവേഷൻ ഫേസ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. സ്റ്റഡി ചെയ്യണം. ഓക്കെ, ജനുവരി മുതൽ ഞാൻ ആക്റ്റീവ് ആവും, ഞാൻ എൻ്റെ പ്രൊഡക്റ്റായി മാറിക്കും. വെരി ഗുഡ് ശ്രീ മാഡം. നിർബന്ധമായിട്ടും തുടങ്ങാം. നിങ്ങൾ മെഡിറ്റേഷനിലും അഫർമേഷനിലും തുടങ്ങാം. മെഡിറ്റേഷനും അഫർമേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാനാൽ രാവിലെ എഴുന്നേറ്റ പാട് മനസ്സ് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, ശ്വാസമാകത്തേക്ക് വലിക്കുക. ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ, എല്ലാവരും ഒന്ന് മെഡിറ്റേഷൻ ഒരു 2 മിനിറ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ? ഞാൻ ഡയറക്റ്റ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ണുകൾ അടച്ചിരിക്കുക. വീഡിയോ ഓപ്പൺ ആക്കുക. അല്ലാത്തവര് വീഡിയോ ക്ലോസ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല. ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട്
ഒന്ന് ചെയ്ത് നോക്കാമല്ലോ, സിമ്പിൾ ആയിട്ട്. എല്ലാവരും ഏതായാലും ഒന്ന് കേട്ടതല്ലേ, കുറച്ച് ആളുകളേ ഉള്ളൂ, ഒന്ന് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3. ഓക്കെ, ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണുകൾ അടക്കൂ. കണ്ണുകൾ അടക്കുക, നട്ടലൊക്കെ നിവർന്നിരിക്കുക, നല്ല റെഡി ആയിട്ടിരിക്കുക. കണ്ണുകൾ അടക്കുക. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യാം. ഒന്ന് ശ്വാസം അകത്തേക്ക് എടുക്കൂ. നമ്മുടെ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അഗൈൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സ്ലോലി, സാവധാനം. വീണ്ടും അഗൈൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺസ് മോർ ബ്രീത്ത് ഇൻ. കണ്ണുകൾ അടച്ച് തന്നെ പിടിക്കുക, ശ്വാസം അകത്തേക്ക് വലിക്കുക. ദെൻ സാവധാനം ബ്രീത്ത് ഔട്ട്. അഗൈൻ വീണ്ടും ഒരു തവണയും കൂടി ചെയ്യുക. കണ്ണുകൾ അടച്ച് തന്നെ പിടിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോഴും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിൽ മാത്രം കൊടുക്കുക. ശ്വാസം അകത്തേക്ക് കയറുന്നതും ശ്വാസം പതുക്കെ പുറത്തേക്ക് പോകുന്നതും മാത്രം. വീണ്ടും ഒരു ലോങ് ബ്രീത്തിങ് ചെയ്യും. നമ്മളൊരു ഒരു ഒരു ദിവ്യപ്രകാശം ആ ഒരു ശ്വാസത്തിലൂടെ നമ്മൾ അകത്തേക്ക് കയറുന്നത് ഇങ്ങനെ ഒന്ന് നമ്മൾ സങ്കല്പിക്കും. നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഒരു വെള്ളപ്രകാശം നമ്മുടെ അകത്തേക്ക് ആ ശ്വാസത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്, അങ്ങനെ ആ പ്രകാശം നമ്മുടെ ശ്വാസത്തിലൂടെ അകത്തേക്ക് കയറുന്നു. നമ്മുടെ ബ്രെയിനിൽ അതിങ്ങനെ സഞ്ചരിക്കുന്നു. നമ്മുടെ മനസ്സിനകത്ത് അത് സഞ്ചരിക്കുന്നു. നമ്മുടെ ഓരോ പാർട്സിനകത്തും പതുക്കെ പതുക്കെ അത് ബ്രെയിൻ മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ അത് നമ്മുടെ കഴുത്തിലൂടെ നമ്മുടെ ബോഡിയിലേക്കുള്ള ഓരോ ഇന്നർ പാർട്സിലും ആ പ്രകാശം ഇങ്ങനെ നമ്മുടെ എല്ലാ നെഗറ്റീവുകളും ക്ലീൻ ചെയ്തുകൊണ്ട് ആ പ്രകാശം അതിലൂടെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ കിഡ്നിയിലൂടെ, അതുപോലെ ഹൃദയത്തിലൂടെ, നമ്മുടെ രക്തക്കുഴലുകൾക്കകത്ത് കൂടെയൊക്കെ ആ പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. നല്ല ദൈവികമായ പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എവിടേക്കാണോ നമുക്ക് ഈ അസുഖങ്ങളുള്ളത്, എവിടേക്കാണോ നമുക്ക് വേദനകളുള്ളത്, അതൊക്കെ സുഖപ്പെടുത്തിക്കൊണ്ട്, അതൊക്കെ നമ്മിൽ നിന്ന് എടുത്തൊഴിവാക്കിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു വെള്ളപ്രകാശത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ കൈയിന്റെ വിരലുകളിലൂടെ അത് സഞ്ചരിക്കുന്നു. പതുക്കെ പതുക്കെ നമ്മുടെ നട്ടെല്ലിന്റെ മുകളിൽ നിന്നും താഴ്ഭാഗത്തേക്ക് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തൊടയിലൂടെ, കാൽമുട്ടുകളിലൂടെ, കാലിന്റെ വിരകളിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. എല്ലാ ഭാഗത്തും ആ പ്രകാശം ഇങ്ങനെ പരന്ന് നമ്മളിപ്പോൾ ആ ഒരു വെള്ളപ്രകാശത്തിൽ മറ്റെല്ലാ നെഗറ്റീവായ കാര്യങ്ങളും കറുത്ത ഇതുകൂടെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രകാശം ഇങ്ങനെ നമ്മളെ ശരീരത്തിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്നും കൂടി ഒരു ബ്രീത്ത് ഇൻ ചെയ്യൂ. ബ്രീത്ത് ഇൻ. ആ ശ്വാസം അവിടെ ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. ബ്രീത്ത് ഇൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. സാവധാനം വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യും. നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാ കറകളും ആ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിലൂടെ പുറത്തേക്ക് പോയതായിട്ട് സങ്കല്പിക്കും. നിലത്ത് പോയി പതിയുന്നു. നമ്മൾ ആ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും, നെഗറ്റീവായ ചിന്തകളും നിലത്ത് പോയി പതിയുന്നതായിട്ട് സങ്കല്പിക്കുക. അഗൈൻ വീണ്ടും ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്ത് വെക്കുക. ദെൻ സാവധാനം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെള്ളപ്രകാശം മുഴുവൻ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ തെറ്റായ ചിന്തകളും നെഗറ്റീവ് തോട്ട്സുകളൊക്കെ കറുത്ത രൂപത്തിൽ പുറത്തേക്ക് തറയിൽ പോയി ബ്രീത്ത് ഔട്ടിലൂടെ പോയിട്ട് വീഴുന്നതായിട്ട് സ്വപ്നം കാണാം. ഓക്കെ ഓക്കെ, ഇനി സാധാരണ ശ്വാസത്തിലേക്ക് വരിക. എല്ലാവരും പതുക്കെ സാധാരണ ശ്വാസത്തിലേക്ക് വരിക. കണ്ണുകൾ അടച്ച് തന്നെ പിടിക്കുക. 2026 കാര്യങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങൾ എന്തിലാണോ ആയി നിൽക്കുന്നത് അതിൽ നിങ്ങൾ പേഴ്സണൽ, നിങ്ങളുടെ സ്വന്തമായിക്കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് മാറുന്ന, നിങ്ങളുടെ ആ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ആ സർവീസ് നിങ്ങളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. നിങ്ങളാണ് ആ പ്രൊഡക്റ്റ്, നിങ്ങൾ തന്നെയാണ് ആ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ആ സർവീസ് നിങ്ങൾ മാത്രമേ തരുന്നുള്ളൂ. വേറെ ആർക്കും നിങ്ങളെ കവർ ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ അതിൽ അത്ര നോളജബിൾ ആണ്, നിങ്ങൾ അതിൽ എത്ര സ്കില്ലാണ്, നിങ്ങൾ അതിൽ അത്ര എഫേർട്ട്, ഡെപ്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കവർ ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങൾ അവരുമായിട്ട് കിലോമീറ്ററുകൾ ദൂരെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റും മറ്റുള്ളവരുടെ പ്രൊഡക്റ്റും. നിങ്ങളെ കോപ്പി ചെയ്യാനൊരു കഴിയില്ല. കാരണം നിങ്ങളെന്ന വ്യക്തിയാണ് ആ പ്രൊഡക്റ്റായിട്ട് മാറിയിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയാണ് ആ സർവീസായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം അത്രത്തോളം നിങ്ങൾ ആ ഒരു ദൈവത്തിന്റെ ഗിഫ്റ്റ് പോലെ നിങ്ങൾക്ക് അതിലൂടെ ഇൻകം ഏൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറി. അതിനെങ്ങനെ വിഷ്വലൈസ് ചെയ്യുക നന്നായിട്ട്. 2026 നമ്മൾ ആ ഒരു ലെവലാണ് ജീവിക്കാൻ പോകുന്നത്. അതിലേക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട്
നമ്മൾ എന്തൊക്കെ ആയിത്തീരാം, നമുക്ക് എത്ര പൈസ കിട്ടണം, ആ കിട്ടുന്ന പൈസ കിട്ടുന്നത് വിഷ്വലൈസ് ചെയ്യുക, നമ്മളിലേക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കുന്നു, നല്ല ബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, വലിയ വലിയ ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുണ്ടാക്കുന്നു, നമ്മൾ ബിസിനസ് കൂടി കൂടി വരുന്നു. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു. നമ്മുടെ സമയം നമ്മളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നു. നമുക്ക് ഒത്തിരി ഇൻകം കിട്ടുന്നു. നമ്മൾ ചാരിറ്റി ചെയ്യുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു. നമ്മൾ നമ്മുടെ സ്കില്ലിന് വേണ്ടി ദിവസവും ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നു, മൈൻഡിനെ എന്നും ഫ്രീ ആക്കുന്നു. ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മൈൻഡ് കൊണ്ട് നമ്മൾ നേരിടാൻ തയ്യാറാണ്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് മാത്രമാണ് കാണുന്നത്. നമുക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും അത് നമുക്കൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു വീഴ്ച ഇനി സംഭവിക്കാതിരിക്കാൻ നമ്മൾ തയ്യാറാണ്. എല്ലാം നമ്മുടെ പാഠങ്ങൾ മാത്രമാണ്, എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാം നമ്മൾ ഫേസ് ചെയ്യും. ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ. ഒരു ലോങ് ബ്രീത്ത് എടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. സാവധാനം നമ്മൾ മടങ്ങി വരിക. 3, 2, 1. സാവധാനം കണ്ണുകൾ തുറക്കുക. ഒന്ന് കൈയൊക്കെ ചൂടാക്കിക്കൊണ്ട് നമ്മൾ കണ്ണിന്റെ മുകളിൽ വെക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. അവൻ ഈ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഒന്ന് പറയണം. ഓരോരുത്തരും മൈക്ക് ഓപ്പൺ ആക്കിയിട്ട്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നിങ്ങൾ എന്ത് ഫീൽ ചെയ്തു, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു, 2026 എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്ലാൻ ആയിട്ടില്ലെങ്കിൽ പ്ലാൻ കറക്റ്റായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് സെറ്റാണോ ഒക്കെ പറയാം ഇവിടെ. ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഓരോരുത്തർ സംസാരിക്കാം. പെട്ടെന്ന് 1 മിനിറ്റ് എടുത്തിട്ട് ഓരോരുത്തർ സംസാരിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിക്കാം. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും. തുടങ്ങിക്കോ. ഞാൻ ആരും വിളിക്കുന്നില്ല, നിങ്ങളെ തുടങ്ങിയാൽ മതി. നമസ്കാരം സർ. മേഡം പറയും. ബിസ് ലൈഫ് ഫൗണ്ടർ ശ്രീ അക്ബർ ജിക്ക് എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം വെച്ചാല് ഞാൻ ഇന്ന് വീഡിയോയിൽ വരില്ല, കാരണം അതിന്റെ സാഹചര്യത്തിന് മോശമാണ്. പറഞ്ഞോളൂ. സാർ ഒരുപാട് എഫേർട്ട് ഇട്ടു. കാരണം വെച്ചാല് ഞങ്ങള് നന്നാവാൻ വേണ്ടിയിട്ട് സാർ ഇന്നെടുത്ത ക്ലാസ്സിന്റെ ഭയങ്കര എനർജി, സാറിന്റെ സ്കില്ല് കംപ്ലീറ്റ് ആയിട്ട് സാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മോട്ടിവേഷനിലൂടെയും ലാസ്റ്റ് വന്ന ഈ പ്രാണായാമത്തിലൂടെയും സാർ അത് ചെയ്തു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അത് പ്രയോജനപ്രദമായിട്ടുണ്ടാവാം. ദെൻ വാക്കുകൾ കൊണ്ട് കസർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഞാൻ റിയൽ സത്യം പറഞ്ഞതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ഡ്രീം ആണ് ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതി ഞാൻ ഉദ്ദേശിക്കുന്നത് 4 ആൾ അറിയുക എന്റെ പ്രൊഫഷൻ എന്താന്നുള്ളത്. കാരണം നമുക്കൊരു നിലയും വിലയും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദെൻ അതിനു വേണ്ടി ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പല നാളുകളായിട്ട്, പല വർഷങ്ങളായിട്ട് ചിന്തിക്കാറുണ്ട്. എവിടെയും നമ്മൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് പിന്നീട് നമ്മൾ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥകളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഇങ്ങനെ ഒരു ചാനലിലൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് 1 വർഷത്തോളം നടന്നു. പക്ഷെ പ്രോപ്പറായിട്ട് എനിക്കത് എങ്ങനെ പോകണമെന്ന്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നുവോ സാർ പറയുന്നത് ശരിയാണ്, അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതേപോലെ ആഗ്രഹിച്ചതാണ് ഞാൻ ഇപ്പൊ ഈ ബിസ് ലൈഫിന്റെ ക്ലാസ്. ബിസ് ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഈ FB ഭയങ്കര ഒരു സംഭവമാട്ടോ. നമ്മൾ എന്ത് മനസ്സിൽ ചിന്തിക്കണോ അത് FB കാണിച്ചു തരും. എന്റെ അനുഭവമാണ്. എന്ത് നമ്മൾ ചിന്തിക്കണോ മനസ്സിൽ ചിന്തിച്ചാൽ മതി, പക്ഷെ അത് എങ്ങനെ അവർ അറിയണമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബിസ് ലൈഫിന്റെ പരസ്യം കണ്ടത്, ഞാൻ അതിലേക്ക് എൻട്രി ആയതും. അപ്പൊ സാർ എനിക്ക് അതിന് എന്താണ് സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് ഞാൻ നവംബറിൽ ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് അറിയാലോ, പഠിത്തം, എക്സാം, പിന്നെ വീട് ഷിഫ്റ്റിങ്, ഇപ്പോഴും ഞാൻ അതിന്റെ പാക്കിങ്ങിലാണ്. എന്നാലും ഞാൻ സാറിന്റെ ക്ലാസ് കേൾക്കും എന്നുള്ളതിൽ ആ പാക്കിംഗ് സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഞാനത് അത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇരുന്നതാണ്. അപ്പോ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പണ്ട് കാരണവന്മാർ പറയുന്ന വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ കണ്ടെത്തി എന്നുള്ളതാണ്. അതിന്റെ ബേസിൽ ഞാൻ ഇന്നലെ ഞാൻ ഇതിന്റെ ആവശ്യത്തിന് ട്രാവലിംഗ് ചെയ്യുന്ന വഴിക്ക് ഞാൻ വക്കീൽ ഓഫീസിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. എന്റെ പേര് സുരഭി എന്നാണ്. എന്റെ വീട് എറണാകുളം. ഇതിലുള്ള എല്ലാവർക്കും എന്നെ അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെറിയൊരു